മിഥിലയിലെ ആ വലിയ രാജസദസ്സിൽ അസാധാരണമായ ഒരു നിശബ്ദത തളം കെട്ടി നിൽക്കുകയാണ്. ആയിരക്കണക്കിനു വീരന്മാരായ രാജാക്കന്മാർ പരാജയപ്പെട്ട് തല താഴ്ത്തിയിരിക്കുന്നു. സദസ്സിന്റെ മധ്യത്തിൽ ആ ഭീമാകാരമായ വില്ല് ശിവധനുസ് അനക്കമില്ലാതെയിരിക്കുന്നു. ആർക്കും കുലയ്ക്കാൻ പോലുമാകാത്ത ആ വില്ലിനു മുന്നിലേക്ക് ഒരു നീലമേഘശ്യാമള വർണ്ണമുള്ള യുവാവ് നടന്നുവരുന്നു. എല്ലാവരും ശ്വാസമടക്കിപ്പിടിച്ചു നോക്കി നിൽക്കെ ലോകത്തിന്റെ ഗതി മാറ്റാൻ പോകുന്ന ആ നിമിഷം സംഭവിക്കുകയാണ്. ഹലോ സുഹൃത്തുക്കളെ, ഈ കഥ നടക്കുന്നത് യുഗങ്ങൾക്കുമപ്പുറം ഭാരതവർഷത്തിലെ പുണ്യഭൂമികളായ അയോധ്യയിലും മിഥിലയിലുമാണ്. ഇന്നും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ആരാധിക്കുന്ന മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമന്റെയും ക്ഷമയുടെയും സ്നേഹത്തിന്റെയും പ്രതീകമായ സീതാദേവിയുടെയും കഥയാണിത്. വെറുമൊരു പ്രണയകഥയല്ല ഇത്. ധർമ്മവും അധർമ്മവും തമ്മിലുള്ള പോരാട്ടത്തിന്റെ, വാക്കിനുവേണ്ടി രാജ്യമുപേക്ഷിച്ച ത്യാഗത്തിന്റെ, കടൽ കടന്നുപോയി പ്രിയതമയെ വീണ്ടെടുത്ത അചഞ്ചലമായ വീര്യത്തിന്റെ ഇതിഹാസമാണിത്. ഈ യാത്രയിൽ നാം കാണാൻ പോകുന്നത് വനവാസത്തിന്റെ കഠിനമായ പാതകളും, ലങ്കയുടെ സുവർണ കൊട്ടാരങ്ങളും, വാനരപ്പടയുടെ കരുത്തും, ഒടുവിൽ രാവണൻ എന്ന അഹങ്കാരത്തിന്റെ പതനവുമാണ്. ഇന്നത്തെ രാത്രിയിൽ നാം മിഥിലയിലെ ആ സുവർണ കൊട്ടാരമുറ്റത്താണ്. വായുവിൽ പൂക്കളുടെ ഗന്ധവും വരാനിരിക്കുന്ന ഒരു വലിയ യുദ്ധത്തിന്റെ നേർത്ത സൂചനകളുമുണ്ട്. ഒരു നിമിഷം സുഹൃത്തുക്കളെ, നിശബ്ദമായ ഈ രാത്രിയാത്ര നിങ്ങളുടെ മനസ്സിന് കുളിർമയേകുന്നുണ്ടെങ്കിൽ ആ സ്നേഹം ഒരു ലൈക്കിലൂടെയോ ഹൈപ്പിലൂടെയോ അറിയിക്കാൻ മറക്കരുതേ. ഒപ്പം കഥകളുടെ ഈ മാന്ത്രിക ലോകത്ത് ഇനിയും നമുക്ക് കണ്ടുമുട്ടാൻ സ്ലംബർ സാഗ എന്ന നമ്മുടെ ഈ കൊച്ചു കുടുംബത്തിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ രാവിൻ്റെ ഏത് യാമത്തിലാണ്, ഏത് ദേശത്തിരുന്നാണ് നിങ്ങൾ ഈ കഥ കേൾക്കുന്നതെന്ന് താഴെ കുറിക്കുമല്ലോ. നിങ്ങൾ ഓരോരുത്തരും എവിടെ നിന്നൊക്കെയാണെന്നറിയാൻ എനിക്കേറെ ആഗ്രഹമുണ്ട്. ഇനി മുറിയിലെ വെളിച്ചം കുറച്ച് ഫാനിൻ്റെ ആ നേർത്ത താരാട്ട് ശബ്ദത്തിലേക്ക് ചാഞ്ഞുറങ്ങാൻ തയ്യാറെടുക്കൂ. നമുക്കൊരുമിച്ച് കഥകളുടെ ആഴങ്ങളിലേക്ക് പതിയെ ഒഴുകി നീങ്ങാം. പുലർകാല സൂര്യന്റെ കിരണങ്ങൾ മിഥിലാ നഗരത്തെ സ്വർണവർണ്ണത്തിൽ പൊതിയുന്നു. മിഥിലാധിപതിയായ ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ ഇന്ന് പതിവിലും വിപരീതമായ തിരക്കാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള രാജാക്കന്മാരും വീരന്മാരും അവിടെ ഒത്തുകൂടിയിരിക്കുന്നു. ലക്ഷ്യമൊന്നേയുള്ളൂ: ജനകന്റെ പുത്രി, സാക്ഷാൽ മഹാലക്ഷ്മിയുടെ അംശമായ സീതയെ വിവാഹം കഴിക്കുക. പക്ഷെ അതിനൊരു നിബന്ധനയുണ്ട്. കൊട്ടാരത്തിന്റെ മധ്യത്തിലിരിക്കുന്ന ആ ഭീമാകാരമായ ശിവധനുസ് ആര് കുലയ്ക്കുന്നുവോ അവർക്ക് മാത്രമേ സീതയെ സ്വന്തമാക്കാൻ കഴിയൂ. അതേസമയം കൊട്ടാരത്തിന്റെ ഒരു വശത്തുള്ള പൂന്തോട്ടത്തിൽ മറ്റൊരു കാഴ്ചയൊരുങ്ങുന്നു. വിശ്വാമിത്ര മഹർഷിയോടൊപ്പം യാഗരക്ഷയ്ക്കായി എത്തിയ രാമനും ലക്ഷ്മണനും ആ പുഷ്പവാടിയിലൂടെ സാവധാനം നടക്കുകയാണ്. പുലർകാലത്തെ മഞ്ഞുതുള്ളികൾ ഇലകളിൽ തിളങ്ങുന്നു. വായുവിൽ മല്ലികയുടെയും പാതിവിരിഞ്ഞ താമരകളുടെയും ഗന്ധം കലർന്നിരിക്കുന്നു. പെട്ടെന്നാണ് രാമന്റെ കണ്ണുകൾ ആ കാഴ്ചയിൽ ഉടക്കുന്നത്. ദൂരെ തോഴിമാരോടൊപ്പം പൂക്കൾ നുള്ളാനെത്തിയ സീത. രാമന്റെ കണ്ണുകൾ സീതയുടെ മുഖത്ത് തറച്ചു നിൽക്കുന്നു. ഒരു നിമിഷം കാലം നിശ്ചലമായതുപോലെ. സീതയും ആ അപരിചിതനായ യുവാവിനെ കാണുന്നു. ഒരു വാക്കുപോലും ഉരിയാടാതെ ഹൃദയങ്ങൾ തമ്മിൽ ഒരു സംഭാഷണം അവിടെ നടക്കുന്നുണ്ട്. ഇത് മുൻപേ നിശ്ചയിക്കപ്പെട്ട ഒന്നാണെന്ന് അവരുടെ ഉള്ളം പറയുന്നു. സീതയുടെ കണ്ണുകളിലെ തിളക്കവും രാമന്റെ മുഖത്തെ ആ ശാന്തതയും തമ്മിൽ ഉടക്കുമ്പോൾ പ്രണയത്തിന്റെ ആദ്യത്തെ നൂലിഴകൾ അവിടെ നെയ്തെടുക്കപ്പെടുകയാണ്. പക്ഷേ സീതയുടെ മനസ്സിൽ ഒരാശങ്കയുണ്ട്. തൻ്റെ പിതാവ് വെച്ചിരിക്കുന്ന ആ കഠിനമായ പരീക്ഷ ആർക്കെങ്കിലും ജയിക്കാൻ കഴിയുമോ? ഈ ശാന്തനായ യുവാവിന് ആ ഭാരമേറിയ വില്ലുയർത്താൻ സാധിക്കുമോ? സദസ്സിലേക്ക് വരാം. ജനകമഹാരാജാവ് വേദിയിലിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആശങ്ക നിഴലിക്കുന്നുണ്ട്. ഇതുവരെ വന്ന പല പ്രമുഖ രാജാക്കന്മാരും വില്ലിൻ്റെ അടുത്തേക്ക് ചെന്ന് നോക്കി. പക്ഷേ അതൊന്ന് അനക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. ചിലർ വില്ലുയർത്താൻ ശ്രമിച്ച് തളർന്നു വീഴുന്നു. സദസ്സിൽ പരിഹാസ ചിരികൾ ഉയരുന്നു. ജനകൻ നിരാശയോടെ പറയുന്നു, ഈ ഭൂമിയിൽ വീരന്മാരാരുമില്ലേ? എൻ്റെ മകൾക്ക് അനുയോജ്യനായ ഒരു വരനെ കണ്ടെത്താൻ എനിക്ക് കഴിയില്ലേ? ജനകന്റെ വാക്കുകൾ കേട്ട് ലക്ഷ്മണന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവക്കുന്നു. പക്ഷെ രാമൻ ശാന്തനാണ്.
വിശ്വാമിത്ര മഹർഷി രാമനെ നോക്കി പതുക്കെ പലയാട്ടുന്നു. അതൊരു ആജ്ഞയാണ്, അനുഗ്രഹമാണ്. രാമൻ പതുക്കെ എഴുന്നേൽക്കുന്നു. സദസ്സ് മുഴുവൻ ആ യുവാവിലേക്ക് ഉറ്റുനോക്കുന്നു. നീല നിറമുള്ള പട്ടുവസ്ത്രം ധരിച്ച, തോളൊപ്പം വളർന്ന മുടിയുള്ള ആ യുവാവ് വില്ലിനടുത്തേക്ക് നടക്കുന്നു. അവൻ്റെ ഓരോ ചുവടിലും ഒരു പ്രത്യേക ഗാംഭീര്യമുണ്ട്. വില്ലിന് മുന്നിലെത്തിയ രാമൻ ആദരവോടെ അതിനെ വണങ്ങുന്നു. ചുറ്റും നിൽക്കുന്നവർ പരസ്പരം പെറുപെറുക്കുന്നു. ഇത്രയും വലിയ രാജാക്കന്മാർക്ക് കഴിയാത്തത് ഈ സുകുമാരനായ ബാലൻ എങ്ങനെ ചെയ്യാനാണ്? പക്ഷെ രാമൻ ആരെയും ശ്രദ്ധിക്കുന്നില്ല. അവൻ ഇടതുകൈകൊണ്ട് വില്ലിൻ്റെ മധ്യഭാഗത്ത് പിടിക്കുന്നു. അത്ഭുതം! ആരും കാണാത്ത വേഗത്തിൽ, വളരെ നിസ്സാരമായി രാമൻ ആ ഭീമാകാരമായ വില്ല് മുകളിലേക്കുയർത്തുന്നു. സദസ്സൊന്നടങ്കം എഴുന്നേറ്റ് നിൽക്കുന്നു. ശ്വാസം വിടാൻ പോലും മറന്ന നിമിഷം. രാമൻ വില്ലിൻ്റെ ഒരറ്റം തറയിലൂന്നി മറ്റേ അറ്റത്ത് ഞാൻ തൊടുക്കാൻ വില്ല് വളയ്ക്കുന്നു. പെട്ടെന്നാണ് ആ ശബ്ദം കേൾക്കുന്നത്. വലിയൊരു പൊട്ടിത്തെറി. ഇടിമിന്നലേറ്റതുപോലെ ഒരു ശബ്ദം മിഥിലയിലുടനീളം മുഴങ്ങുന്നു. ശിവധനുസ് രണ്ടായി ഒടിഞ്ഞു വീണിരിക്കുന്നു. സദസ്സ് നിശബ്ദമാകുന്നു. പിന്നെ ആവേശത്തിൻ്റെ കൊടുമുടിയിലെത്തുന്നു. ആകാശത്തുനിന്ന് പുഷ്പവൃഷ്ടിയുണ്ടാകുന്നു. സീതയുടെ മുഖത്ത് വിരിഞ്ഞ ആ പുഞ്ചിരിക്ക് ലോകത്തിലെ എല്ലാ സ്വർണത്തെക്കാളും തിളക്കമുണ്ടായിരുന്നു. അവൾ സാവധാനം നടന്ന് രാമൻ്റെ കഴുത്തിൽ വരണമാല്യമണിയിക്കുന്നു. വിവാഹത്തിനായുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയായി. അയോധ്യയിൽ നിന്ന് ദശരഥ മഹാരാജാവും പരിവാരങ്ങളും എത്തുന്നു. മിഥില മുമ്പൊരിക്കലും കാണാത്തത്രയും വലിയ ആഘോഷങ്ങൾക്കായി ഒരുങ്ങുന്നു. 4 സഹോദരന്മാരുടെയും വിവാഹം ഒരേ പന്തലിൽ വെച്ച് നടക്കുന്നു. രാമന് സീതയും, ലക്ഷ്മണന് ഊർമിളയും, ഭരതന് മാണ്ഡവിയും, ശത്രുഘ്നന് ശ്രുതകീർത്തിയും തുണയാകുന്നു. മിഥിലയിലെ രാത്രികൾ ഇപ്പോൾ സംഗീതസാന്ദ്രമാണ്. കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്ന് ചന്ദ്രനെ നോക്കി നിൽക്കുന്ന രാമനും സീതയും, അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നാളുകൾ. പക്ഷേ ഈ സന്തോഷത്തിന് പിന്നാലെ വലിയൊരു നിഴൽ വരാനിരിക്കുന്നുണ്ടെന്ന് ആരും അറിഞ്ഞില്ല. തൻ്റെ പുത്രൻ വില്ലൊടിച്ചു നേടിയ ആ വലിയ വിജയം ദശരഥനെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിലും അയോധ്യയിലെ കൊട്ടാരത്തിനുള്ളിൽ മറ്റൊരു ചതിയൊരുങ്ങുന്നുണ്ട്. സീത രാമൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചു നിൽക്കുമ്പോൾ വരാനിരിക്കുന്ന 14 വർഷത്തെ കാടിൻ്റെ പരുക്കൻ വഴികളെക്കുറിച്ച് അവൾ ചിന്തിക്കുന്നില്ല. രാമൻ്റെ കണ്ണുകളിൽ സീതയോടുള്ള ആഴത്തിലുള്ള പ്രണയമുണ്ട്. ആ പ്രണയമാണ് വരും ദിവസങ്ങളിൽ അവനെ ഓരോ പ്രതിസന്ധിയിലും നയിക്കാൻ പോകുന്നത്. വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞ് അവർ അയോധ്യയിലേക്ക് യാത്രയാവുകയാണ്. വഴിയരികിൽ ജനങ്ങൾ പൂക്കൾ തൂകി അവരെ വരവേൽക്കുന്നു. അയോധ്യയിലെ തെരുവുകൾ ദീപങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. കൊട്ടാരത്തിലെത്തിയ സീതയെ കൗസല്യയും കൈകേയിയും സുമിത്രയും വാത്സല്യത്തോടെ സ്വീകരിക്കുന്നു. സീത അയോധ്യയുടെ പ്രിയപ്പെട്ട മരുമകളായി മാറുന്നു. രാമനാകട്ടെ തൻ്റെ പിതാവിൻ്റെയും പ്രജകളുടെയും കണ്ണിലുണ്ണിയായി ഒരു മാതൃകാ രാജകുമാരനായി വാഴുന്നു. സന്ധ്യാസമയത്ത് സരയൂ നദിക്കരയിൽ അവർ ഒരുമിച്ചുലാത്തുമ്പോൾ ആ നദി പോലും അവരുടെ പ്രണയകഥ ഏറ്റുപാടുന്നതായി തോന്നും. പക്ഷേ കാലം എന്നും ഒരുപോലെ നിലനിൽക്കില്ലല്ലോ. അയോധ്യയുടെ സിംഹാസനത്തിനു വേണ്ടിയുള്ള അവകാശവാദങ്ങളും കൊട്ടാരത്തിനുള്ളിലെ അന്തഃപുര രാഷ്ട്രീയവും പതുക്കെ തലപൊക്കുന്നു. ദശരഥൻ രാമനെ യുവരാജാവായി വാഴിക്കാൻ തീരുമാനിക്കുന്നതോടെ കഥയുടെ ഗതി മാറുകയാണ്. മന്ധര എന്ന ദാസിയുടെ വാക്കുകൾ കൈകേയിയുടെ മനസ്സിൽ വിഷം നിറയ്ക്കുന്നു. ഒരു ശുഭദിനത്തിൽ തുടങ്ങേണ്ടിയിരുന്ന രാമൻ്റെ രാജാഭിഷേകം മറ്റൊരു ദുരന്തത്തിലേക്കുള്ള വഴി മാറുകയാണ്. മിഥിലയിലെ ആ സുവർണ നിമിഷങ്ങൾ ഇപ്പോൾ ഓർമ്മയായി മാറാൻ പോകുന്നു. വില്ലൊടിഞ്ഞ ആ വലിയ ശബ്ദം സത്യത്തിൽ ഒരു പുതിയ യുഗത്തിൻ്റെ തുടക്കമായിരുന്നു. ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും യുഗം. പ്രണയത്തിൻ്റെ ആ പഴയ ഊഷ്മളതയിൽ നിന്ന് അവർക്ക് വനത്തിൻ്റെ കഠിനമായ ഏകാന്തതയിലേക്ക് ഇറങ്ങേണ്ടി വരുമോ? വരാനിരിക്കുന്ന വിധി അവർക്കായി എന്താണ് കരുതി വച്ചിരിക്കുന്നത്? അയോധ്യ നഗരം മുഴുവൻ ഒരു വലിയ ഉത്സവത്തിൻ്റെ ലഹരിയിലാണ്. തെരുവുകളിലെല്ലാം തോരണങ്ങൾ തൂക്കിയിരിക്കുന്നു. സുഗന്ധദ്രവ്യങ്ങൾ കലർത്തിയ പനിനീർ തളിച്ച വഴികളിലൂടെ ആനകളും കുതിരകളും അണിനിരക്കുന്നു. നാളെ പ്രിയപ്പെട്ട രാമൻ്റെ പട്ടാഭിഷേകമാണ്. തൻ്റെ പ്രിയപുത്രൻ അയോധ്യയുടെ രാജാവായി വാഴുന്നത് കാണാൻ ദശരഥ മഹാരാജാവ് അക്ഷമനായി കാത്തിരിക്കുകയാണ്. എന്നാൽ കൊട്ടാരത്തിൻ്റെ ഇരുണ്ട ഇടനാഴികളിൽ മറ്റൊരു ഗൂഢാലോചന പുകയുകയാണ്. മന്ധര എന്ന ദാസി കൈകേയിയുടെ മനസ്സിൽ സംശയത്തിൻ്റെ വിത്തുകൾ പാകിക്കഴിഞ്ഞു.
നിന്റെ മകൻ ഭരതനെ മറികടന്ന് രാമൻ രാജാവായാൽ നീ വെറുമൊരു ദാസിയായി മാറും എന്ന ആ വാക്കുകൾ കൈകേയിയുടെ സ്നേഹനിധിയായ മനസ്സിനെ കഠിനമാക്കുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ ദശരഥൻ കൈകേയിയുടെ അന്തഃപുരത്തിലേക്ക് കടന്നു ചെല്ലുന്നു. അവിടെ നിലത്ത് തളർന്നുകിടക്കുന്ന കൈകേയിയെ കണ്ട് രാജാവ് പരിഭ്രമിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് യുദ്ധക്കളത്തിൽ വെച്ച് താൻ നൽകിയ 2 വരങ്ങൾ കൈകേയി ഇപ്പോൾ ആവശ്യപ്പെടുകയാണ്. ഒന്നാമത്തെ വരം ഭരതനെ യുവരാജാവായി വാഴിക്കണം. രണ്ടാമത്തെ വരം കേൾക്കുമ്പോൾ തന്നെ ദശരഥന്റെ ചങ്ക് തകർന്നു പോകുന്നതായിരുന്നു. രാമൻ 14 വർഷം കാട്ടിൽ വനവാസമനുഷ്ഠിക്കണം. ദശരഥൻ തകർന്നു പോകുന്നു. അദ്ദേഹം കൈകേയിയുടെ കാലുപിടിച്ച് കരയുന്നു. പക്ഷേ ആ മനസ്സ് കല്ലുപോലെ ഉറച്ചു നിൽക്കുകയാണ്. സത്യം പാലിക്കാൻ ബാധ്യസ്ഥനായ ഒരു രാജാവിൻ്റെ നിസ്സഹായാവസ്ഥ അയോധ്യയുടെ ആകാശത്ത് കരിനിഴൽ വീഴ്ത്തുന്നു. പിറ്റേന്ന് പുലർച്ചെ ശുഭമുഹൂർത്തത്തിനായി കാത്തിരിക്കുന്ന അയോധ്യ കേൾക്കുന്നത് രാമനെ വനവാസത്തിനയച്ചിരിക്കുന്നു എന്ന വാർത്തയാണ്. നഗരം ഒന്നടങ്കം നടുങ്ങിപ്പോകുന്നു. ആഘോഷങ്ങൾക്കായി ഒരുക്കിയ പൂക്കൾ വാടിത്തുടങ്ങിയതുപോലെ ജനങ്ങളുടെ മുഖങ്ങൾ മങ്ങുന്നു. രാമൻ പിതാവിനെ കാണാനെത്തുന്നു. ദശരഥന് വാക്കുകൾ പുറത്തുവരുന്നില്ല. എന്നാൽ കൈകേയി ഒട്ടും ദയയില്ലാതെ കാര്യങ്ങൾ വിവരിക്കുന്നു. രാമന്റെ മുഖത്ത് ഒരു ഭാവമാറ്റവുമില്ല. ഒരു നിമിഷം മുൻപ് കിരീടം കാത്തിരുന്ന ആ മുഖത്ത് ഇപ്പോഴും അതേ ശാന്തത. പിതാവിൻ്റെ സത്യം പാലിക്കുക എന്നതാണ് എൻ്റെ ധർമ്മം എന്ന് പറഞ്ഞ് രാമൻ വനയാത്രയ്ക്കൊരുങ്ങുന്നു. രാമൻ തൻ്റെ മാതാവായ കൗസല്യയുടെ അരികിലെത്തുന്നു. മകൻ്റെ വനവാസ വാർത്ത കേട്ട് ആ അമ്മ തളർന്നു വീഴുന്നു. ലക്ഷ്മണനാകട്ടെ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ്. ജ്യേഷ്ഠ, അവിടുത്തെ അവകാശം തട്ടിയെടുക്കാൻ ആരെയും അനുവദിക്കില്ല. ഈ അയോധ്യയെ ഞാൻ യുദ്ധത്തിലൂടെ അവിടുത്തേക്ക് നേടിത്തരാം എന്ന് ലക്ഷ്മണൻ ആക്രോശിക്കുന്നു. പക്ഷേ രാമൻ തൻ്റെ അനിയനെ ശാന്തനാക്കുന്നു. ധർമ്മമെന്നത് അധികാരം നേടലല്ല, മറിച്ച് കടമകൾ നിറവേറ്റലാണെന്ന് അവനെ ഓർമ്മിപ്പിക്കുന്നു. ഈ സമയമെല്ലാം സീത തൻ്റെ അന്തഃപുരത്തിൽ രാമൻ്റെ പട്ടാഭിഷേകത്തിനുള്ള മംഗളകർമ്മങ്ങൾക്കായി കാത്തിരിക്കുകയായിരുന്നു. രാമൻ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അവൻ്റെ വേഷം മാറിക്കഴിഞ്ഞു. രാജകീയ വസ്ത്രങ്ങൾക്ക് പകരം നാരുകൊണ്ടുള്ള വസ്ത്രം ധരിക്കാൻ അവൻ തയ്യാറെടുക്കുന്നു. രാമൻ സീതയോട് യാത്ര ചോദിക്കുന്നു. നീ ഇവിടെ അയോധ്യയിൽ നിൽക്കണം, എൻ്റെ മാതാപിതാക്കളെ നോക്കണം എന്ന് രാമൻ പറയുമ്പോൾ സീതയുടെ മറുപടി ഏതൊരു പ്രണയിനിയെയും ചിന്തിപ്പിക്കുന്നതാണ്. അവൾ പറയുന്നു, രാമ, നിഴലിന് സൂര്യനെ വിട്ടുമാറി നിൽക്കാൻ കഴിയില്ല. അവിടുത്തെ പാദങ്ങൾ പതിക്കുന്ന ഇടമാണ് എനിക്ക് കൊട്ടാരം. മുള്ളുകൾ നിറഞ്ഞ കാട്ടുപാതകൾ എനിക്ക് പട്ടുവിരിച്ച വഴികളായി തോന്നും അങ്ങ് കൂടെയുണ്ടെങ്കിൽ. രാമൻ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സീതയുടെ ഉറച്ച തീരുമാനത്തിന് മുന്നിൽ അവന് വഴങ്ങേണ്ടി വരുന്നു. ലക്ഷ്മണനും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ജ്യേഷ്ഠനെ സേവിക്കുക എന്നതാണ് തൻ്റെ ഏക ലക്ഷ്യമെന്ന് അവൻ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ അയോധ്യയിലെ 3 പ്രിയപ്പെട്ടവർ വനത്തിലേക്ക് യാത്രയാകാനൊരുങ്ങുന്നു. കൊട്ടാരത്തിൻ്റെ പടിയിറങ്ങുമ്പോൾ ജനങ്ങൾ വിതുമ്പി കരയുകയാണ്. ആരും ഭക്ഷണം കഴിക്കുന്നില്ല, ആരും കടകൾ തുറക്കുന്നില്ല. സുമന്ത്രർ എന്ന തേരാളി രഥവുമായി കാത്തുനിൽക്കുന്നു. സീതയും രാമനും ലക്ഷ്മണനും രഥത്തിൽ കയറുന്നു. ദശരഥൻ തളർന്നു വീണു വിളിച്ചു പറയുന്നു, സുമന്ത്ര, വണ്ടി നിർത്തൂ, രാമ പോകാതിരിക്കൂ. പക്ഷേ രാമൻ തിരിഞ്ഞു നോക്കുന്നില്ല. സത്യത്തിൻ്റെ പാതയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ അവന് കഴിയില്ല. രഥം സാവധാനം നീങ്ങുന്നു. അയോധ്യയിലെ പ്രജകൾ രഥത്തിന് പിന്നാലെ ഓടുന്നു. ഞങ്ങളും വരുന്നു അങ്ങയോടൊപ്പം കാട്ടിലേക്ക്. അങ്ങില്ലാത്ത അയോധ്യ ഞങ്ങൾക്ക് വേണ്ട എന്നവർ വിളിച്ചു പറയുന്നു. സരയൂ നദിക്കരയിലെത്തിയപ്പോൾ രാത്രിയായി. ജനങ്ങൾ തളർന്നുറങ്ങിയ സമയം നോക്കി അവരെ വേദനിപ്പിക്കാതിരിക്കാൻ രാമൻ രഹസ്യമായി യാത്ര തുടർന്നു. തമസാ നദി കടന്ന് അവർ മുന്നോട്ട് നീങ്ങുന്നു. ഓരോ ചുടവും അയോധ്യയിൽ നിന്ന് അകലുമ്പോൾ രാമൻ്റെ ഉള്ളിൽ തൻ്റെ പിതാവിനെക്കുറിച്ചും നാടിനെക്കുറിച്ചും ഓർത്ത് വേദനയുണ്ടെങ്കിലും പുറത്ത് അവൻ തികഞ്ഞ സമാധാനത്തിലാണ്. ഗംഗാനദിക്കരയിൽ അവരെത്തുമ്പോൾ വേടരാജാവായ ഗുഹൻ അവരെ എതിരേൽക്കുന്നു. രാമൻ്റെ ഉറ്റ സുഹൃത്താണ് ഗുഹൻ. രാജകുമാരൻ നാരുവസ്ത്രം ധരിച്ച് നിലത്തു പുല്ലുവിരിച്ച് കിടന്നുറങ്ങുന്നത് കണ്ട് ഗുഹൻ്റെ കണ്ണ് നിറയുന്നു. പിറ്റേന്ന് രാവിലെ ഗംഗ കടക്കാൻ ഒരു ചെറിയ തോണി ഒരുങ്ങുന്നു. സുമന്ത്രരോട് അയോധ്യയിലേക്ക് മടങ്ങാൻ രാമൻ ആവശ്യപ്പെടുന്നു. സുമന്ത്രർ പൊട്ടിക്കരയുന്നു. അവിടുത്തെ കൂടാതെ ഞാൻ എങ്ങനെ അയോധ്യയിൽ ചെല്ലും? രാജാവിനോട് ഞാൻ എന്തു മറുപടി പറയും? പക്ഷേ രാമന് തൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല. തോണി ഗംഗയുടെ മധ്യത്തിലെത്തുമ്പോൾ സീത ഗംഗാദേവിയോട് പ്രാർത്ഥിക്കുന്നു. ദേവി,
14 വർഷം കഴിഞ്ഞ് ഞങ്ങൾ സുരക്ഷിതരായി തിരിച്ചെത്താൻ അനുഗ്രഹിക്കണം. അവർ അക്കരെയെത്തുന്നു. ഇപ്പോൾ അവരുടെ മുന്നിൽ വലിയൊരു വനമാണ്. അയോധ്യയുടെ സുഖസൗകര്യങ്ങളൊന്നുമില്ലാത്ത വന്യമൃഗങ്ങളും ഇരുട്ടും നിറഞ്ഞ കാട്. പക്ഷേ രാമനും സീതയും പരസ്പരം നോക്കി പുഞ്ചിരിക്കുന്നു. പ്രണയവും വിശ്വാസവും ഉണ്ടെങ്കിൽ കാടും കൊട്ടാരമാക്കാമെന്ന് അവർ തെളിയിക്കുകയാണ്. ലക്ഷ്മണൻ മുന്നിൽ നടക്കുന്നു. കാട്ടിലെ മുള്ളുകളും കല്ലുകളും മാറ്റി തൻ്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിക്കും വഴിയൊരുക്കുന്നു. ആദ്യത്തെ രാത്രി അവർ ഒരു മരച്ചുവട്ടിൽ ചിലവഴിക്കുന്നു. നിലത്ത് ഇലകൾ വിരിച്ചാണ് അവർ കിടക്കുന്നത്. ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കിക്കിടക്കുമ്പോൾ സീതയ്ക്ക് രാമന്റെ സാമീപ്യം വലിയൊരു സുരക്ഷിതത്വം നൽകുന്നു. എന്നാൽ അയോധ്യയിൽ ആ രാത്രി മരണതുല്യമായ നിശബ്ദതയായിരുന്നു. ദശരഥൻ ശയ്യാവലംബിയായി കിടന്ന് രാമ രാമ എന്നു മാത്രം ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട മകനെ പിരിഞ്ഞ ആ വേദന അദ്ദേഹത്തിന് താങ്ങാവുന്നതിലും അധികമായിരുന്നു. രാമൻ വനത്തിൽ പ്രവേശിച്ചത് വെറുമൊരു യാത്രയായിരുന്നില്ല. അത് ലോകത്തെ നന്മ പഠിപ്പിക്കാനുള്ള ഒരു വലിയ മിഷന്റെ തുടക്കമായിരുന്നു. കാട്ടിലെ ഓരോ മരവും ഓരോ പക്ഷിയും ആ പുതിയ അതിഥികളെ സ്വീകരിക്കാൻ ഒരുങ്ങുകയായിരുന്നു. എന്നാൽ ദൂരെയുള്ള ലങ്കയിൽ ഈ വാർത്തകൾ മറ്റൊരു തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടാകാം. രാമന്റെ ഈ വനവാസം ലോകചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധത്തിന് വഴിമരുന്നിടാൻ പോകുകയാണെന്ന് അവർ ആരും അറിഞ്ഞില്ല. സീതയുടെ പാദസരങ്ങൾ കാട്ടിലെ കല്ലുകളിൽ തട്ടി കിളുങ്ങുമ്പോൾ അത് വരാനിരിക്കുന്ന ഒരു വലിയ കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത മാത്രമായിരുന്നു. അയോധ്യയിലെ ആ സുവർണ സിംഹാസനം ഇപ്പോൾ ശൂന്യമാണ്. കൊട്ടാരത്തിലെ വിളക്കുകൾ അണഞ്ഞുപോയിരിക്കുന്നു. സ്നേഹവും ത്യാഗവും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടം അവിടെ നടന്നു കഴിഞ്ഞു. രാമൻ ഇപ്പോൾ ഒരു രാജകുമാരനല്ല, കാടിൻ്റെ മകനാണ്. പക്ഷേ സീതയോടുള്ള പ്രണയവും ലക്ഷ്മണന്റെ കാവലും അവനെ ലോകത്തിലെ ഏറ്റവും ശക്തനാക്കി മാറ്റുന്നു. വനവാസത്തിൻ്റെ ആദ്യ ദിനങ്ങൾ ഇങ്ങനെ കഠിനമായ വേദനയോടെയും എന്നാൽ അചഞ്ചലമായ ധർമ്മബോധത്തോടെയും കടന്നുപോകുന്നു. വനത്തിൻ്റെ ആഴങ്ങളിലേക്ക് അവർ കൂടുതൽ കൂടുതൽ കടന്നു ചെല്ലുകയാണ്. നഗരത്തിൻ്റെ ബഹളങ്ങളിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെ പ്രകൃതി അതിൻ്റെ വന്യമായ ഭംഗി തുറന്നു പിടിച്ചിരിക്കുന്നു. ദണ്ഡകാരണ്യത്തിലെ മരങ്ങൾ ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്നു. കാട്ടിലെ പക്ഷികളുടെ കലപില ശബ്ദവും ദൂരെ എവിടെയോ ഒഴുകുന്ന അരുവിയുടെ മർമ്മരവും മാത്രമാണ് ഇപ്പോൾ കേൾക്കാനുള്ളത്. വഴിയിൽ കണ്ടുമുട്ടുന്ന മഹർഷിമാരുടെ അനുഗ്രഹങ്ങൾ വാങ്ങി ഒടുവിൽ അഗസ്ത്യമുനിയുടെ നിർദ്ദേശപ്രകാരം അവർ ഗോദാവരി നദിക്കരയിലുള്ള പഞ്ചവടിയിൽ എത്തിച്ചേരുന്നു. പഞ്ചവടി പേരുപോലെ തന്നെ 5 വടവൃക്ഷങ്ങളാൽ ചുറ്റപ്പെട്ട അതിമനോഹരമായ ഒരിടം. ശാന്തമായി ഒഴുകുന്ന ഗോദാവരി നദി നദിക്കരയിലെ മണൽപ്പരപ്പിൽ സൂര്യപ്രകാശം തട്ടി വെട്ടിത്തിളങ്ങുന്നു. ലക്ഷ്മണനോടെ അവർക്കായി മനോഹരമായ ഒരു പർണശാല നിർമ്മിക്കുന്നു. മരത്തടികളും മുളയും ഇലകളും കൊണ്ട് നിർമ്മിച്ച ആ ചെറിയ കുടിൽ അയോധ്യയിലെ കൊട്ടാരത്തേക്കാൾ പ്രിയപ്പെട്ടതാണിപ്പോൾ രാമനും സീതയ്ക്കും. സീത ആ കുടിലിന് ചുറ്റും കാട്ടുപൂക്കൾ നട്ടുപിടിപ്പിക്കുന്നു. രാമനാകട്ടെ സീതയുടെ ഓരോ കൊച്ചാഗ്രഹങ്ങളും നിറവേറ്റിക്കൊടുക്കുന്ന ഒരു കാമുകനായും സംരക്ഷകനായും മാറുന്നു. പഞ്ചവടിയിലെ ആ നാളുകൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ പ്രണയകാലമാണ്. രാവിലെ ഗോദാവരിയിൽ കുളിച്ചു വരുമ്പോൾ സീതയുടെ നനഞ്ഞ മുടിയിഴകളിൽ നിന്നു വീഴുന്ന ജലത്തുള്ളികളെ നോക്കി രാമൻ വിസ്മയിച്ചു നിൽക്കുന്നു. കാട്ടിലെ കായ്കണികൾ പറിച്ചുകൊണ്ടുവരുന്ന ലക്ഷ്മണൻ അവർക്ക് കാവലായി ഒരു നിഴൽ പോലെ കൂടെയുണ്ട്. ലക്ഷ്മണനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജ്യേഷ്ഠൻ്റെയും ജ്യേഷ്ഠത്തിയുടെയും സന്തോഷമാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം. അവർ മൂവരും ചേർന്ന് ആ കാടിനെ സ്വന്തം വീടാക്കി മാറ്റുന്നു. രാമൻ സീതയ്ക്ക് കാട്ടിലെ ഓരോ ചെടിയെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും കഥകൾ പറഞ്ഞുകൊടുക്കുന്നു. കൊട്ടാരത്തിലെ ആഡംബരങ്ങളില്ലെങ്കിലും പരസ്പരമുള്ള സ്നേഹം ആ വനവാസത്തെ ഒരു ആഘോഷമാക്കി മാറ്റുകയാണ്. പക്ഷേ ഈ ശാന്തത അധികകാലം നീണ്ടുനിന്നില്ല. ഒരു ദിവസം വൈകുന്നേരം ആ പർണശാലയുടെ പരിസരത്തേക്ക് ഒരാൾ വരുന്നു. രാവണന്റെ സഹോദരിയായ ശൂർപ്പണഖ. വന്യമായ രൂപവും ഭീകരമായ കണ്ണുകളുമുള്ള അവൾ കാട്ടിലൂടെ നടക്കുമ്പോൾ അവിചാരിതമായാണ് രാമനെ കാണുന്നത്. നീലമേഘശ്യാമള വർണ്ണമുള്ള അസാമാന്യ സൗന്ദര്യമുള്ള രാമനെ കണ്ട നിമിഷം അവൾക്കവനോട് തീവ്രമായ അനുരാഗം തോന്നുന്നു. തൻ്റെ രാക്ഷസ രൂപം മാറ്റിക്കൊണ്ട് അവൾ മായയിലൂടെ അതീവ സുന്ദരിയായ ഒരു യുവതിയായി വേഷം മാറുന്നു. പതുക്കെ രാമന്റെ അടുത്തേക്ക് ചെന്ന് അവൾ ചോദിക്കുന്നു, "ആരാണ് നീ?
ഈ കഠിനമായ കാട്ടിൽ തപസ്വിയുടെ വേഷത്തിൽ ആയുധങ്ങളുമായി നടക്കുന്ന നീ ഏത് ദേവനാണ്? ഞാൻ ഈ വനത്തിന്റെ രാജ്ഞിയാണ്. എന്നെ വിവാഹം കഴിക്കൂ. രാമൻ പതുക്കെ പുഞ്ചിരിക്കുന്നു. സീതയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ പറയുന്നു, സുന്ദരി, ഇതെന്റെ ധർമ്മപത്നിയാണ്. എനിക്ക് വേറൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. നീ എന്റെ അനിയനായ ലക്ഷ്മണന്റെ അടുത്തേക്ക് പോകൂ. അവൻ ഇപ്പോഴും ഏകനാണ്. രാമനിതു പറഞ്ഞത് വെറുതെയൊരു തമാശയ്ക്കായിരുന്നു. എന്നാൽ സംഗതി വഷളാകുമെന്ന് അവൻ കരുതിയില്ല. ശൂർപ്പണഖ ലക്ഷ്മണന്റെ അടുത്തേക്ക് പോകുന്നു. ലക്ഷ്മണനും അവളെ പരിഹസിച്ച് തിരിച്ചയക്കുന്നു. പന്തുകളി പോലെ ഇവർ തന്നെ മാറി മാറി അയക്കുന്നത് കണ്ട് ശൂർപ്പണഖയുടെ ഉള്ളിലെ രാക്ഷസീയത ഉണരുന്നു. രാമനും ലക്ഷ്മണനും തന്നെ അപമാനിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. ഇതിനെല്ലാം കാരണം രാമന്റെ അരികിലിരിക്കുന്ന ആ സുന്ദരിയായ പെണ്ണാണെന്ന് അവൾ ഉറപ്പിക്കുന്നു. പെട്ടെന്ന് അവൾ തന്റെ ഭയാനകമായ രാക്ഷസരൂപം പുറത്തെടുക്കുന്നു. വായുവിൽ മുഴങ്ങുന്ന ഒരട്ടഹാസത്തോടെ അവൾ സീതയെ ആക്രമിക്കാൻ കുതിക്കുന്നു. സീതാ! രാമൻ വിളിച്ചു പറയുന്നു. നിമിഷനേരം കൊണ്ട് ലക്ഷ്മണൻ തന്റെ വാൾ ഊരുന്നു. സീതയെ തൊടുന്നതിനു മുൻപ് തന്നെ ലക്ഷ്മണൻ ശൂർപ്പണഖയുടെ മൂക്കും കാതും അരിഞ്ഞു വീഴ്ത്തുന്നു. വേദന കൊണ്ട് പുളയുന്ന ശൂർപ്പണഖയുടെ കരച്ചിൽ കാട് മുഴുവൻ മുഴങ്ങുന്നു. രക്തമൊഴുക്കിക്കൊണ്ട് അവൾ കാട്ടിലേക്ക് ഓടിമറയുന്നു. അവൾ നേരെ പോകുന്നത് തന്റെ സഹോദരന്മാരായ ഖരന്റെയും ദൂഷണന്റെയും അടുത്തേക്കാണ്. ജനസ്ഥാനം ഭരിക്കുന്ന ആ രാക്ഷസന്മാരോട് അവൾ കരഞ്ഞു പറയുന്നു, 2 മനുഷ്യർ എന്നെ അപമാനിച്ചു. ആ പെണ്ണിനുവേണ്ടി അവർ എൻ്റെ സൗന്ദര്യം കെടുത്തി. ഖരനും ദൂഷണനും കോപം കൊണ്ട് വിറയ്ക്കുന്നു. 14,000 രാക്ഷസന്മാരടങ്ങുന്ന ഒരു വമ്പൻ സൈന്യവുമായി അവർ പഞ്ചവടിയിലേക്ക് ഇരച്ചെത്തുന്നു. കാട് മുഴുവൻ പൊടിപടലങ്ങളാൽ നിറയുന്നു. രാക്ഷസന്മാരുടെ യുദ്ധകാഹളം കേട്ട് സീത ഭയപ്പെടുന്നു. രാമൻ ലക്ഷ്മണനോട് പറയുന്നു, ലക്ഷ്മണ, നീ സീതയെ സുരക്ഷിതമായ ഒരു ഗുഹയിലേക്ക് കൊണ്ടുപോകൂ. ഇവരെ നേരിടാൻ ഞാൻ ഒരാൾ മതി. ലക്ഷ്മണൻ ആദ്യം വിസമ്മതിച്ചെങ്കിലും രാമന്റെ ആജ്ഞ അനുസരിക്കുന്നു. പിന്നെ അവിടെ നടന്നത് ലോകം കണ്ട ഏറ്റവും വലിയ പോരാട്ടങ്ങളിലൊന്നാണ്. ഒരാൾ 14,000 പേർക്കെതിരെ. രാമന്റെ കയ്യിലുള്ള കോദണ്ഡം അഗ്നി വർഷിക്കുന്നു. ശരങ്ങൾ മഴ പോലെ രാക്ഷസ പടയ്ക്കുമേൽ പതിക്കുന്നു. ഓരോ നിമിഷവും രാക്ഷസന്മാർ നിലം പൊത്തുന്നു. ഖരനും ദൂഷണനും രാമന്റെ മുന്നിൽ നിസ്സഹായരാകുന്നു. അല്പസമയത്തിനുള്ളിൽ ആ വമ്പൻ സൈന്യം മുഴുവൻ മണ്ണടിഞ്ഞു. രാമൻ വിജയിയായി തന്റെ വില്ലു താഴ്ത്തുമ്പോൾ ആകാശത്ത് നിന്ന് ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തുന്നു. സീതയും ലക്ഷ്മണനും ഗുഹയിൽ നിന്ന് പുറത്തുവരുന്നു. വിജയിച്ചു വരുന്ന രാമനെ സീത കെട്ടിപ്പിടിക്കുന്നു. യുദ്ധം കഴിഞ്ഞെങ്കിലും രാമന്റെ മനസ്സിൽ ഒരു അസ്വസ്ഥതയുണ്ട്. ഇത് വെറുമൊരു തുടക്കം മാത്രമാണെന്ന് അവൻ അറിയാമായിരുന്നു. ശൂർപ്പണഖ ഇപ്പോൾ ലങ്കയിലേക്ക് പറക്കുകയാണ്. ലോകം വിറപ്പിക്കുന്ന രാവണന്റെ സഭയിലേക്ക്. തൻ്റെ സഹോദരിയുടെ വിരൂപമായ മുഖം കാണുമ്പോൾ രാവണൻ അടങ്ങിയിരിക്കില്ലെന്ന് രാമൻ ഉറപ്പാണ്. ശൂർപ്പണഖ ലങ്കയിലെത്തുന്നു. സ്വർണ്ണ മതിൽക്കെട്ടുകളുള്ള സമുദ്രത്താൽ ചുറ്റപ്പെട്ട ലങ്ക. രാവണന്റെ സഭയിൽ അവൾ നിലവിളിച്ചുകൊണ്ട് വീഴുന്നു. രാവണൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു. ആരാണ് നിന്നെ ഈ അവസ്ഥയിലാക്കിയതെന്ന് അവൻ ഗർജിക്കുന്നു. ശൂർപ്പണഖ രാമനെക്കുറിച്ചും ലക്ഷ്മണനെക്കുറിച്ചും പറയുന്നു. പക്ഷേ അവൾ ബുദ്ധിപൂർവം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നു. അവിടെ ഒരു പെണ്ണുണ്ട്, സീത. അവൾ നിന്റെ ലങ്കയ്ക്ക് ചേർന്നവളാണ്. അവൾക്ക് വേണ്ടിയാണ് ഈ യുദ്ധം നടന്നത്. രാവണന്റെ മനസ്സിൽ സീതയെക്കുറിച്ചുള്ള മോഹം അങ്കുരിക്കുന്നു. ഒരു സഹോദരിയുടെ മൂക്കരിഞ്ഞതിനേക്കാൾ സീതയുടെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള വിവരണം രാവണനെ സ്വാധീനിക്കുന്നു. രാവണൻ തൻ്റെ മാന്ത്രിക തേരിൽ മാരീജന്റെ അടുത്തേക്ക് പോകുന്നു. മാരീജൻ ഒരു രാക്ഷസനാണെങ്കിലും രാമന്റെ കരുത്ത് നേരത്തെ അറിഞ്ഞവനാണ്. രാമനോടെതിരിടരുത്, അത് നാശത്തിനു വഴിവെക്കും എന്ന് മാരീജൻ ഉപദേശിക്കുന്നു. പക്ഷേ അഹങ്കാരം കണ്ണുമറച്ച രാവണൻ കേൾക്കാൻ തയ്യാറല്ല. നീ എനിക്ക് വേണ്ടി ഒരു മായാമൃഗമായി മാറണം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും എന്ന് രാവണൻ ഭീഷണിപ്പെടുത്തുന്നു. മാരീജൻ ചിന്തിച്ചു, രാവണന്റെ കയ്യിൽ നിന്ന് മരിക്കുന്നതിനേക്കാൾ നല്ലത് രാമന്റെ കയ്യിൽ നിന്ന് മരിക്കുന്നതാണ്. അത് മോക്ഷം നൽകും. അങ്ങനെ പഞ്ചവടിയിലെ ആ പ്രണയകാലം അവസാനിക്കാറായി. വരാനിരിക്കുന്നത് കണ്ണീരിൻ്റെയും വേർപാടിൻ്റെയും നാളുകളാണ്. രാമനും സീതയും പർണശാലയ്ക്ക് മുന്നിലിരിക്കുമ്പോൾ ദൂരെ വനാന്തർഭാഗത്ത് ഒരു സ്വർണ്ണവർണ്ണത്തിലുള്ള മാൻ പ്രത്യക്ഷപ്പെടുന്നു. അതിൻ്റെ തിളക്കം സീതയുടെ കണ്ണുകളെ ആകർഷിക്കുന്നു. വിധിയുടെ ആ മാൻകുട്ടി പതുക്കെ പതുക്കെ അവരെ വലിയൊരു ദുരന്തത്തിലേക്ക് നയിക്കാൻ ഒരുങ്ങുകയാണ്. പഞ്ചവടിയിലെ ശാന്തമായ കാറ്റ് ഇപ്പോൾ തണുത്തുറഞ്ഞതുപോലെ തോന്നിക്കുന്നു.
പ്രണയത്തിൻ്റെ ആ മനോഹരമായ നിമിഷങ്ങൾക്ക് മേൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയാണ്. പഞ്ചവടിയിലെ ആ ചെറിയ പർണശാലയ്ക്ക് മുന്നിൽ പ്രകൃതി ഇന്ന് അസാധാരണമാം വിധം സുന്ദരിയാണ്. പക്ഷേ ആ സൗന്ദര്യത്തിന് പിന്നിൽ ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ആരും തിരിച്ചറിയുന്നില്ല. പെട്ടെന്നാണ് കാടിൻ്റെ പച്ചപ്പിനിടയിലൂടെ ഒരു തിളക്കം സീതയുടെ കണ്ണുകളിൽ ഉടയ്ക്കുന്നത്. അതൊരു മാനാണ്. പക്ഷേ സാധാരണ ഒരു മാനല്ല. അതിൻ്റെ ശരീരം തനി തങ്കം പോലെ വെട്ടിത്തിളങ്ങുന്നു. വെള്ളി നിറത്തിലുള്ള പുള്ളികളും രത്നം പോലെ തിളങ്ങുന്ന കണ്ണുകളുമുള്ള ആ അത്ഭുത ജീവൻ പർണശാലയ്ക്ക് ചുറ്റും തുള്ളിക്കളിക്കുന്നു. സീത ആ മായാമൃഗത്തിൻ്റെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോകുന്നു. അവൾ രാമനെ അടുത്തേക്ക് വിളിക്കുന്നു. രാമ, നോക്കൂ, എത്ര മനോഹരമായ മാൻ! എനിക്കതിനെ വേണം. അതിനെ പിടിച്ചു തരുമോ? വനവാസം കഴിഞ്ഞ് അയോധ്യയിലേക്ക് മടങ്ങുമ്പോൾ നമുക്കിതിനെ കൊണ്ടുപോകാം. സീതയുടെ കണ്ണുകളിലെ ആ ആഗ്രഹം കണ്ടപ്പോൾ രാമന് നിരസിക്കാൻ കഴിഞ്ഞില്ല. ലക്ഷ്മണൻ അല്പം ദൂരെ മാറി നിന്ന് ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. തൻ്റെ ജ്യേഷ്ഠനോട് ലക്ഷ്മണൻ പതുക്കെ പറയുന്നു, ജ്യേഷ്ഠ, സൂക്ഷിക്കണം. കാട്ടിൽ ഇങ്ങനെയൊരു ജീവി ഉണ്ടാകാൻ വഴിയില്ല. ഇത് മാരീചൻ എന്ന രാക്ഷസന്റെ മായയാകാനാണ് സാധ്യത. പക്ഷേ സീതയുടെ നിർബന്ധത്തിനു മുന്നിൽ രാമൻ വഴങ്ങുന്നു. തൻ്റെ വില്ലും അമ്പും എടുത്തുകൊണ്ട് രാമൻ ലക്ഷ്മണനോട് പറയുന്നു, ലക്ഷ്മണ, നീ ഇവിടെ തന്നെ നിൽക്കണം. സീതയെ ഒരു നിമിഷം പോലും ഒറ്റയ്ക്കാക്കരുത്. ഞാൻ പോയി ആ മാനെ പിടിച്ചുകൊണ്ടുവരാം. ഇനി അതൊരു രാക്ഷസനാണെങ്കിൽ തന്നെ ഞാൻ അവനെ വധിച്ചു മടങ്ങും. രാമൻ ആ മാനിനു പിന്നാലെ കാട്ടിലേക്ക് ഓടുന്നു. മാൻ പതുക്കെ രാമനെ കാടിൻ്റെ ആഴങ്ങളിലേക്ക് ആകർഷിക്കുകയാണ്. രാമൻ അടുത്തേക്ക് വരുമ്പോൾ അത് ഓടിമറയും. രാമൻ നിർത്തുമ്പോൾ അത് തിരിഞ്ഞു നിന്ന് രാമനെ പ്രലോഭിപ്പിക്കും. അങ്ങനെ അവർ പർണശാലയിൽ നിന്ന് ഒരുപാട് ദൂരെ എത്തുന്നു. ഇതൊരു ചതിയാണെന്ന് രാമന് ബോധ്യപ്പെടുന്നു. രാമൻ തൻ്റെ ആവനാഴിയിൽ നിന്ന് ഒരു അമ്പ് തൊടുക്കുന്നു. ശരമേറ്റ മാൻ നിലത്ത് വീഴുമ്പോൾ മാരീചൻ തൻ്റെ യഥാർത്ഥ രാക്ഷസരൂപം പുറത്തെടുക്കുന്നു. മരിക്കുന്നതിനു മുൻപ് മാരീചൻ രാമന്റെ അതേ ശബ്ദത്തിൽ ഉറക്കെ നിലവിളിക്കുന്നു, സീതേ, ലക്ഷ്മണ, എന്നെ രക്ഷിക്കൂ. പഞ്ചവടിയിൽ ആ ശബ്ദം പ്രതിധ്വനിക്കുന്നു. തൻ്റെ ഭർത്താവിൻ്റെ നിലവിളിയാണെന്ന് കരുതി സീത പരിഭ്രാന്തയാകുന്നു. അവൾ ലക്ഷ്മണനോട് കരഞ്ഞു പറയുന്നു, ലക്ഷ്മണ, നിന്റെ ജ്യേഷ്ഠൻ അപകടത്തിലാണ്. ആ നിലവിളി കേട്ടില്ലേ? വേഗം ചെല്ലൂ, അദ്ദേഹത്തെ സഹായിക്കൂ. പക്ഷേ ലക്ഷ്മണൻ അനങ്ങുന്നില്ല. അമ്മേ, വിഷമിക്കണ്ട. ജ്യേഷ്ഠനെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല. ഇതൊരു രാക്ഷസമായയാണ് എന്ന് ലക്ഷ്മണൻ സമാധാനിപ്പിക്കാൻ നോക്കുന്നു. എന്നാൽ ഭയം കൊണ്ട് സീതയുടെ വിവേകം നഷ്ടപ്പെടുന്നു. അവൾ ലക്ഷ്മണനെ കഠിനമായി ആക്ഷേപിക്കുന്നു. രാമനില്ലാതായാൽ എന്നെ സ്വന്തമാക്കാമെന്നാണോ നിന്റെ വിചാരം എന്ന് സീത ചോദിക്കുമ്പോൾ ലക്ഷ്മണന്റെ ഹൃദയം തകരുന്നു. ചെവികൾ പൊത്തിക്കൊണ്ട് ലക്ഷ്മണൻ അവിടെ നിൽക്കുന്നു. ജ്യേഷ്ഠത്തിയുടെ വാക്കുകൾ അവന് താങ്ങാനാവില്ല. ഒടുവിൽ സീതയെ അവിടെ നിർത്തി രാമനെ അന്വേഷിച്ചു പോകാൻ അവൻ തീരുമാനിക്കുന്നു. പോകുന്നതിനു മുൻപ് ലക്ഷ്മണൻ തൻ്റെ വില്ലിൻ്റെ അറ്റം കൊണ്ട് പർണശാലയ്ക്ക് ചുറ്റും ഒരു രേഖ വരയ്ക്കുന്നു. ലക്ഷ്മണരേഖ. അമ്മേ, ഈ രേഖ കടന്ന് പുറത്തേക്ക് വരരുത്. ഈ രേഖയ്ക്കുള്ളിൽ നിൽക്കുന്നിടത്തോളം കാലം ഒരു ശക്തിക്കും നിങ്ങളെ തൊടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ലക്ഷ്മണൻ കാട്ടിലേക്ക് മറയുന്നു. പർണശാലയിലിപ്പോൾ സീത തനിച്ചാണ്. നിശബ്ദത ഭയാനകമായി വളരുന്നു. പെട്ടെന്നാണ് മരങ്ങൾക്കിടയിലൂടെ ഒരു സന്യാസി പ്രത്യക്ഷപ്പെടുന്നത്. കാവ്യവസ്ത്രം ധരിച്ച, കയ്യിൽ കമണ്ഡലവും വടിയുമുള്ള ഒരു വൃദ്ധൻ. അതു മറ്റാരുമല്ല, വേഷം മാറിയ ലങ്കാധിപതി രാവണനാണ്. അയാൾ പതുക്കെ പർണശാലയുടെ അടുത്തേക്ക് വരുന്നു. ഭിക്ഷാം ദേഹി എന്ന അയാളുടെ വിളി കേട്ട് സീത പുറത്തേക്ക് വരുന്നു. സീതയുടെ സൗന്ദര്യം കണ്ട രാവണന്റെ കണ്ണുകളിൽ കാമം തിളങ്ങുന്നു. സീത രേഖയ്ക്കുള്ളിൽ നിന്ന് അയാൾക്ക് ഭിക്ഷ നൽകാൻ നോക്കുന്നു. പക്ഷേ രാവണൻ തന്ത്രപൂർവം പറയുന്നു, മകളെ, ഒരു സന്യാസിക്ക് ഭിക്ഷ നൽകുന്നത് ഇങ്ങനെ അകലെ നിന്നാണോ? നീ പുറത്തേക്ക് വന്നിത് നൽകൂ, എങ്കിൽ മാത്രമേ ഞാൻ സ്വീകരിക്കൂ. സന്യാസിയെ അപമാനിക്കുന്നത് തെറ്റാണെന്ന് കരുതിയ സീത ലക്ഷ്മണന്റെ മുന്നറിയിപ്പ് മറന്ന് ആ രേഖ മറികടക്കുന്നു. ആ നിമിഷം വിധിച്ചിരിക്കുകയായിരുന്നു. സീത രേഖയ്ക്ക് പുറത്തിറങ്ങിയതും രാവണൻ തൻ്റെ വേഷം മാറ്റുന്നു. 10 തലകളും 20 കൈകളുമുള്ള ഭയാനകമായ രാക്ഷസരൂപം. സീത ഭയന്ന് നിലവിളിക്കുന്നു. രാവണൻ അവളുടെ കൈകളിൽ ബലമായി പിടിക്കുന്നു. സുന്ദരി, ഞാൻ ലങ്കയുടെ രാജാവാണ്. ഭിക്ഷക്കാരനായ ആ രാമനെ മറക്കൂ. നീ എൻ്റെ രാജ്ഞിയായി വാഴുക എന്ന് രാവണൻ അട്ടഹാസത്തോടെ പറയുന്നു. അവൻ തൻ്റെ മാന്ത്രിക തീരിൽ സീതയെ ബലമായി കയറ്റുന്നു. തേര് ആകാശത്തേക്ക് ഉയരുന്നു. സീതയുടെ നിലവിളി കാട് മുഴുവൻ മുഴങ്ങുന്നു. രാമ, ലക്ഷ്മണ, എന്നെ രക്ഷിക്കൂ എന്നവൾ വിളിക്കുന്നുണ്ടെങ്കിലും ആരും കേൾക്കുന്നില്ല.
ആകാശത്തിലൂടെ പറന്നുപോകുന്ന രാവണനെ തടയാൻ വൃദ്ധനായ ജഡായു എന്ന പക്ഷി വരുന്നു. രാമന്റെ പിതാവായ ദശരഥന്റെ സുഹൃത്തായിരുന്നു ജഡായു. രാവണ, പനസ്ത്രീയെ അപഹരിക്കുന്നത് നിന്റെ വംശത്തെ നശിപ്പിക്കും, നീ അവളെ വിട്ടയക്കൂ എന്ന് ജഡായു ആക്രോശിക്കുന്നു. രാവണനും ജഡായുവും തമ്മിൽ ആകാശത്തുവെച്ച് വലിയൊരു യുദ്ധം നടക്കുന്നു. ജഡായു തന്റെ കൊക്കുകളും നഖങ്ങളും കൊണ്ട് രാവണനെ ആക്രമിക്കുന്നു. പക്ഷേ കരുത്തനായ രാവണൻ തന്റെ ചന്ദ്രഹാസം എന്ന വാൾ കൊണ്ട് ജഡായുവിന്റെ ചിറകുകൾ അറിയുന്നു. രക്തം വാർന്ന് ജഡായു ഭൂമിയിലേക്ക് വീഴുന്നു. യാത്ര തുടരുന്നതിനിടയിൽ താഴെ ഒരു മലമുകളിൽ കുറച്ചു വാനരന്മാർ ഇരിക്കുന്നത് സീത കാണുന്നു. തന്റെ ആഭരണങ്ങൾ ഓരോന്നായി ഒരു തുണിയിൽ പൊതിഞ്ഞ് അവൾ താഴേക്കെറിയുന്നു. രാമന് തന്നെ കണ്ടെത്താൻ ഇതൊരടയാളമാകുമെന്ന് അവൾ വിശ്വസിക്കുന്നു. സമുദ്രം കടന്ന് രാവണൻ സീതയെ ലങ്കയിലെത്തിക്കുന്നു. സുവർണ നിർമ്മിതമായ ലങ്ക കണ്ട് ലോകം അത്ഭുതപ്പെടുമെങ്കിലും സീതയ്ക്കതൊരു ജയിൽ പോലെയാണ് തോന്നുന്നത്. രാവണൻ അവളെ തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും സീത വഴങ്ങുന്നില്ല. ഒടുവിൽ അവൻ അവളെ അശോകവനത്തിൽ തടവിലാക്കുന്നു. ചുറ്റും കാവലിനായി ഭീകരരൂപികളായ രാക്ഷസികളെയും നിയമിക്കുന്നു. മറുഭാഗത്ത് മാരീചനെ കൊന്ന ശേഷം രാമൻ തിടുക്കത്തിൽ പർണശാലയിലേക്ക് വരികയാണ്. വഴിയിൽ വെച്ച് അവൻ ലക്ഷ്മണനെ കാണുന്നു. ലക്ഷ്മണ, നീ എന്തിനാണ് സീതയെ തനിച്ചാക്കി വന്നത് എന്ന് രാമൻ ചോദിക്കുമ്പോൾ ലക്ഷ്മണന്റെ കണ്ണുകൾ നിറയുന്നു. സീത പറഞ്ഞ കഠിനമായ വാക്കുകളെക്കുറിച്ച് അവൻ വിവരിക്കുന്നു. അവർ രണ്ടുപേരും ഓടി പർണശാലയിലെത്തുന്നു. പക്ഷേ അവിടെ സീതയില്ല. സീത, രാമന്റെ വിളി കാട്ടിൽ മാറ്റൊലികൊള്ളുന്നു. അവൻ ഭ്രാന്തനെപ്പോലെ ഓരോ മരത്തോടും ചെടിയോടും ചോദിക്കുന്നു, നിങ്ങളെന്റെ സീതയെ കണ്ടോ? അയോധ്യ ഉപേക്ഷിച്ചപ്പോഴും കാട്ടിലെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചപ്പോഴും തളരാത്ത രാമൻ സീതയുടെ വേർപാടിൽ തകർന്നു പോകുന്നു. പർണശാലയിൽ ചിതറിക്കിടക്കുന്ന പൂക്കളും പാദസരത്തിന്റെ ഒരൊറ്റ കിലുക്കവും അവനെ കൂടുതൽ വേദനിപ്പിക്കുന്നു. ലക്ഷ്മണൻ രാമനെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും രാമന്റെ ദുഃഖം സമുദ്രം പോലെ വലുതാണ്. അവർ സീതയെ തെരഞ്ഞ് തെക്കോട്ട് നടക്കുന്നു. വഴിയിൽ വെച്ച് അവർ ചിറകറ്റ നിലയിൽ കിടക്കുന്ന ജഡായുവിനെ കാണുന്നു. മരിക്കാൻ കാത്തുനിന്ന ജഡായു രാവണനാണ് സീതയെ കൊണ്ടുപോയതെന്ന വിവരം രാമനെ അറിയിക്കുന്നു. രാമന്റെ മടിയിൽ കിടന്ന് ആ പക്ഷിശ്രേഷ്ഠൻ തന്റെ ജീവൻ വെടിയുന്നു. രാമൻ ജഡായുവിന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ രാമന്റെ മുന്നിൽ ഒരു ലക്ഷ്യം മാത്രമേയുള്ളൂ: സീതയെ കണ്ടെത്തുക. രാവണൻ എത്ര കരുത്തനാണെങ്കിലും അവനെ നശിപ്പിക്കുമെന്ന് രാമൻ പ്രതിജ്ഞ ചെയ്യുന്നു. പക്ഷേ ലങ്ക എവിടെയാണ്? അവിടേക്ക് എങ്ങനെ എത്തും? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കാടിനുള്ളിൽ അവർക്കായി കാത്തിരിക്കുന്നുണ്ട്. സീത അശോകവനത്തിലെ ഒരു മരച്ചുവട്ടിലിരുന്ന് രാമന്റെ പേരുരുവിടുമ്പോൾ ദൂരെ ഒരു വലിയ സൗഹൃദത്തിന്റെ തുടക്കം സംഭവിക്കാൻ പോകുകയാണ്. വാനരന്മാരുടെ രാജ്യം ലക്ഷ്യമാക്കി രാമനും ലക്ഷ്മണനും നീങ്ങുന്നു. അവിടെയാണ് രാമായണത്തിലെ ഏറ്റവും വിശ്വസ്തനായ ആ വീരനെ അവർ കണ്ടുമുട്ടാൻ പോകുന്നത്. വിധിയുടെ കളിയിൽ പർണശാലയിലെ ആ പഴയ പ്രണയകാലം അവസാനിച്ചു. ഇനി പോരാട്ടത്തിന്റെ കാലമാണ്. കണ്ണീർ തുടച്ചുമാറ്റി രാമൻ തന്റെ വില്ല് കയ്യിലെടുക്കുന്നു. ആ വില്ലിൽ നിന്ന് വരാനിരിക്കുന്ന അമ്പുകൾ ലങ്കയെ ചുട്ടുചാമ്പലാക്കാൻ ശേഷിയുള്ളവയാണ്. പ്രണയത്തിനു വേണ്ടിയുള്ള ഒരു വലിയ യുദ്ധത്തിന്റെ ആദ്യ ചുവടുകൾ ഇവിടെ തുടങ്ങുന്നു. സീതയില്ലാത്ത ആ കാട് രാമന് ഒരു ശവപ്പറമ്പ് പോലെയാണ് അനുഭവപ്പെടുന്നത്. ഓരോ കാറ്റും അവളുടെ ഗന്ധം വഹിച്ചുകൊണ്ടുവരുന്നതായി അവന് തോന്നുന്നു. ഓരോ പക്ഷിയും അവളുടെ ചിരി അനുകരിക്കുന്നത് പോലെ. ലക്ഷ്മണൻ തൻ്റെ ജ്യേഷ്ഠൻ്റെ അവസ്ഥ കണ്ട് ഉള്ളിൽ നീറുകയാണ്. ജ്യേഷ്ഠ, അവിടുന്ന് തളരരുത്, നമ്മൾ ദേവിയെ കണ്ടെത്തും. ആ രാവണൻ എത്ര ദൂരേക്ക് കൊണ്ടുപോയാലും എൻ്റെ ഈ അമ്പുകൾ അവനെ പിന്തുടരും എന്ന് ലക്ഷ്മണൻ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും രാമൻ്റെ കണ്ണുകൾ ഇപ്പോഴും ഈറനണിഞ്ഞിരിക്കുകയാണ്. അവർ കാട്ടിലൂടെ തെക്കോട്ട് യാത്ര തുടരുന്നു. കാടിൻ്റെ വന്യത വർദ്ധിക്കുന്നു. പമ്പാ നദിയുടെ തീരത്തെത്തുമ്പോൾ അവിടുത്തെ പ്രകൃതി ഭംഗി രാമനെ കൂടുതൽ വേദനിപ്പിക്കുന്നു. വിരിഞ്ഞു നിൽക്കുന്ന താമരകളും കുറുകുന്ന കുയിലുകളും സീതയോടൊപ്പമുള്ള മനോഹര നിമിഷങ്ങളെ രാമൻ്റെ ഓർമ്മയിലേക്ക് തിരികെ എത്തിക്കുന്നു. ഈ സമയത്താണ് അവർ ഋഷ്യമൂകാചലം എന്ന പർവ്വതത്തിൻ്റെ താഴ്വരയിലെത്തുന്നത്. ആ മലമുകളിൽ വാനരരാജാവായ സുഗ്രീവനും മന്ത്രിയായ ഹനുമാനും മറ്റു വാനരന്മാരും ഒളിച്ചു കഴിയുകയായിരുന്നു. തൻ്റെ സഹോദരനായ ബാലിയെ ഭയന്നാണ് സുഗ്രീവൻ അവിടെ താമസിക്കുന്നത്. ദൂരെയുള്ള കാട്ടുപാതയിലൂടെ വില്ലും അമ്പുമേന്തി വരുന്ന അതിതേജസ്വികളായ 2 യുവാക്കളെ സുഗ്രീവൻ കാണുന്നു. അവർ ബാലിയുടെ ചാരന്മാരായിരിക്കുമോ എന്ന് സുഗ്രീവൻ സംശയിക്കുന്നു. ഹനുമാൻ,
നീ പോയി അവരാരാണെന്ന് അന്വേഷിക്കൂ. സന്യാസി വേഷത്തിൽ ചെന്ന് അവരുടെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കണം, സുഗ്രീവൻ കൽപ്പിക്കുന്നു. ഹനുമാൻ ഒരു ബ്രാഹ്മണന്റെ വേഷം ധരിച്ച് രാമന്റെയും ലക്ഷ്മണന്റെയും മുന്നിലെത്തുന്നു. അവൻ വളരെ വിനയത്തോടെയും മനോഹരമായ ഭാഷയിലും അവരോട് സംസാരിക്കുന്നു. ഹനുമാന്റെ വാക്ചാതുരിയും വിനയവും രാമനെ വല്ലാതെ ആകർഷിക്കുന്നു. രാമൻ ലക്ഷ്മണനോട് പതുക്കെ പറയുന്നു, ലക്ഷ്മണ, നോക്കൂ, എത്ര ശുദ്ധമായ ഭാഷയിലാണ് ഈ യുവാവ് സംസാരിക്കുന്നത്. വേദങ്ങളും വ്യാകരണവും നന്നായി അറിയുന്ന ഒരാൾക്കേ ഇത്രയും വ്യക്തമായി സംസാരിക്കാൻ കഴിയൂ. ഹനുമാൻ തൻ്റെ വേഷം മാറി യഥാർത്ഥ രൂപം വെളിപ്പെടുത്തുന്നു. രാമന്റെ കണ്ണുകളിലേക്ക് നോക്കിയ നിമിഷം ഹനുമാന്റെ ഉള്ളിൽ ഒരു തിരിച്ചറിവുണ്ടാകുന്നു. താൻ കാലങ്ങളായി കാത്തിരുന്ന തൻ്റെ നാഥനാണ് മുന്നിൽ നിൽക്കുന്നത്. ഹനുമാൻ രാമന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു. അവിടെ വെച്ചാണ് രാമായണത്തിലെ ഏറ്റവും വലിയ ആത്മബന്ധം ഉടലെടുക്കുന്നത്. ഹനുമാൻ രാമനെ തൻ്റെ ചുമലിലേറ്റിക്കൊണ്ട് സുഗ്രീവന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് അഗ്നിയെ സാക്ഷിയാക്കി രാമനും സുഗ്രീവനും സുഹൃത്തുക്കളായി മാറുന്നു. നിന്റെ ശത്രു എൻ്റെയും ശത്രുവാണ്, നിന്റെ ദുഃഖം എൻ്റേതുമാണ് എന്നവർ പരസ്പരം പ്രതിജ്ഞ ചെയ്യുന്നു. സുഗ്രീവൻ രാമനോട് ഒരു കാര്യം പറയുന്നു. രാമ, കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഒരു രാക്ഷസൻ ആകാശത്തിലൂടെ ഒരു സ്ത്രീയെ ബലമായി കൊണ്ടുപോകുന്നത് ഞങ്ങൾ കണ്ടു. ആ പെൺകുട്ടി ഉറക്കെ നിലവിളിക്കുന്നുണ്ടായിരുന്നു. അവൾ താഴെ നിൽക്കുന്ന ഞങ്ങളെ കണ്ടപ്പോൾ തൻ്റെ ആഭരണങ്ങൾ ഒരു തുണിയിൽ പൊതിഞ്ഞ് താഴേക്കെറിഞ്ഞു. അതൊന്നു നോക്കൂ. സുഗ്രീവൻ ആ ആഭരണങ്ങൾ രാമന്റെ മുന്നിൽ വയ്ക്കുന്നു. രാമന്റെ കൈകൾ വിറയ്ക്കുന്നു. അത് സീതയുടെ ആഭരണങ്ങൾ തന്നെയായിരുന്നു. രാമൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ സ്വർണ്ണാഭരണങ്ങൾ തൻ്റെ നെഞ്ചോട് ചേർക്കുന്നു. ലക്ഷ്മണ, നോക്കൂ, ഇത് നിന്റെ ജ്യേഷ്ഠത്തിയുടെ മാലയല്ലേ? ഈ വളകൾ അവളുടേതല്ലേ? രാമൻ ചോദിക്കുന്നു. ലക്ഷ്മണൻ കണ്ണു നിറഞ്ഞുകൊണ്ട് മറുപടി നൽകുന്നു. ജ്യേഷ്ഠ, ഇതിലെ മാലയോ വളകളോ എനിക്ക് തിരിച്ചറിയാൻ കഴിയില്ല. കാരണം ഞാൻ ഒരിക്കൽ പോലും ജ്യേഷ്ഠത്തിയുടെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല. പക്ഷേ ഈ പാദസരങ്ങൾ എനിക്കറിയാം. എന്നും രാവിലെ അവളുടെ പാദങ്ങളിൽ വണങ്ങുമ്പോൾ ഞാൻ കാണാറുള്ളത് ഈ പാദസരങ്ങളാണ്. ലക്ഷ്മണന്റെ ആ വാക്കുകൾ രാമന്റെ ഹൃദയത്തെ സ്പർശിക്കുന്നു. സീത ജീവനോടെയുണ്ടെന്ന ഉറച്ച വിശ്വാസം ഇപ്പോൾ അവന് ലഭിച്ചു കഴിഞ്ഞു. പക്ഷേ സുഗ്രീവന് ഒരു സഹായം ആവശ്യമാണ്. അവൻ്റെ ജ്യേഷ്ഠനായ ബാലി അവൻ്റെ ഭാര്യയെ തട്ടിയെടുക്കുകയും രാജ്യത്ത് നിന്ന് പുറത്താക്കുകയും ചെയ്തിരിക്കുകയാണ്. ബാലിയെ തോൽപ്പിക്കാൻ രാമന് കഴിയുമോ എന്ന് സുഗ്രീവന് ഒരു ചെറിയ സംശയമുണ്ട്. കാരണം അത്രയും കരുത്തനാണ് ബാലി. ബാലിയുടെ കരുത്തു പരീക്ഷിക്കാനായി രാമൻ തൻ്റെ വില്ല് കുലയ്ക്കുന്നു. ഒരൊറ്റ അമ്പുകൊണ്ട് 7 സാലവൃക്ഷങ്ങളെ രാമൻ തുളയ്ക്കുന്നു. ആ അമ്പ് ഭൂമി തുളച്ചു പാതാളം വരെ ചെന്ന് തിരികെ രാമന്റെ ആവനാഴിയിലെത്തുന്നു. ഇത് കണ്ട സുഗ്രീവൻ അത്ഭുതപ്പെടുന്നു. രാമന്റെ ശക്തിയിൽ അവന് പൂർണ്ണ വിശ്വാസമായി. ബാലിയും സുഗ്രീവനും തമ്മിലുള്ള യുദ്ധം തുടങ്ങുന്നു. കിഷ്കിന്ധയുടെ വാതിൽക്കൽ നിന്ന് സുഗ്രീവൻ ബാലിയെ വെല്ലുവിളിക്കുന്നു. അവർ തമ്മിൽ കടുത്ത മല്ലയുദ്ധം നടക്കുന്നു. എന്നാൽ രണ്ടുപേരെയും കണ്ടാൽ ഒരുപോലെ ഇരിക്കുന്നതിനാൽ ആർക്ക് നേരെ അമ്പ് തൊടുക്കണമെന്ന് രാമന് മനസ്സിലാകുന്നില്ല. ആദ്യത്തെ യുദ്ധത്തിൽ സുഗ്രീവൻ തോറ്റു തിരിച്ചോടുന്നു. പിന്നീട് സുഗ്രീവന്റെ കഴുത്തിൽ തിരിച്ചറിയാനായി ഒരു മാല അണിയിച്ച് രാമൻ വീണ്ടും യുദ്ധത്തിനയക്കുന്നു. ഒടുവിൽ ഒരു മരത്തിനു പിന്നിൽ മറഞ്ഞു നിന്നുകൊണ്ട് രാമൻ ബാലിയെ അമ്പെയ്യുന്നു. ബാലി നിലത്ത് വീഴുമ്പോൾ രാമൻ മുന്നിലെത്തുന്നു. ബാലി ചോദിക്കുന്നു, രാമ, ധർമ്മം പ്രസംഗിക്കുന്ന നീ എന്തിനാണ് മറഞ്ഞു നിന്നെന്നെ കൊന്നത്? രാമൻ ശാന്തനായി മറുപടി നൽകുന്നു. മൃഗതുല്യമായി സ്വന്തം സഹോദരന്റെ ഭാര്യയെ അപഹരിച്ച നിനക്ക് ശിക്ഷ നൽകാൻ ഇതേ വഴിയുള്ളൂ. ധർമ്മം സംരക്ഷിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. ബാലി മരിക്കുന്നു. സുഗ്രീവൻ കിഷ്കിന്ധയുടെ രാജാവായി വാഴുന്നു. മഴക്കാലം തുടങ്ങുകയാണ്. ആകാശം കറുത്തിരുണ്ടു നിൽക്കുന്നു. വനവാസത്തിന്റെ കഷ്ടപ്പാടുകൾക്കിടയിൽ രാമൻ ഒരു ഗുഹയിൽ ലക്ഷ്മണനോടൊപ്പം താമസിക്കുന്നു. മഴ പെയ്യുമ്പോൾ സീത എവിടെയായിരിക്കുമെന്നോർത്ത് രാമൻ നെടുവീർപ്പെടുന്നു. ഈ മഴത്തുള്ളികൾ എൻ്റെ ശരീരത്തിൽ തട്ടുമ്പോൾ സീതയും ഇത് നനയുന്നുണ്ടാകുമോ? അവൾക്ക് തണുക്കുന്നുണ്ടാകുമോ? രാമന്റെ വിരഹം ആ വനത്തിലെ ഓരോ മരത്തെയും സങ്കടപ്പെടുത്തുന്നതായിരുന്നു. മഴക്കാലം കഴിഞ്ഞിട്ടും സുഗ്രീവൻ തൻ്റെ വാഗ്ദാനം മറന്ന് കൊട്ടാരത്തിലെ സുഖങ്ങളിൽ മുഴുകുന്നു. ഇത് ലക്ഷ്മണനെ ക്ഷുഭിതനാകുന്നു. ലക്ഷ്മണൻ കിഷ്കിന്ധയിലേക്ക് ചെന്ന് സുഗ്രീവനെ താക്കീത് ചെയ്യുന്നു. ഭയന്നുപോയ സുഗ്രീവൻ ഉടൻ തന്നെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള വാനര സൈന്യത്തെ വിളിച്ചുകൂട്ടുന്നു. കോടിക്കണക്കിന് വാനരന്മാരാണ് രാമനെ സഹായിക്കാനായി എത്തുന്നത്. സുഗ്രീവൻ സൈന്യത്തെ 4 വിഭാഗങ്ങളായി തിരിച്ച് 4 ദിശകളിലേക്ക് അയക്കുന്നു. എന്നാൽ പ്രധാനപ്പെട്ട സംഘത്തെ, ഹനുമാനും അംഗദനും ഉൾപ്പെടുന്ന സംഘത്തെ തെക്കോട്ടയക്കുന്നു.
കാരണം രാവണൻ സീതയെ കൊണ്ടുപോയത് ആ ദിശയിലേക്കാണെന്ന് ജടായു പറഞ്ഞിരുന്നു. യാത്ര തിരിക്കുന്നതിനു മുൻപ് രാമൻ ഹനുമാനെ അരികിലേക്ക് വിളിക്കുന്നു. തന്റെ വിരലിലെ മുദ്രാമോതിരം ഊരി രാമൻ ഹനുമാന് നൽകുന്നു. ഹനുമാൻ, നീ സീതയെ കാണുമെന്ന് എനിക്കുറപ്പുണ്ട്. അവളെ കാണുമ്പോൾ ഈ മോതിരം നൽകുക. ഞാൻ ഉടനെ എത്തുമെന്ന് അവളോട് പറയുക. രാമൻ ഹനുമാന്റെ കണ്ണുകളിലേക്ക് നോക്കുന്നു. ആ കണ്ണുകളിൽ വിശ്വാസത്തിന്റെ ഒരു വലിയ ലോകം തന്നെ ഉണ്ടായിരുന്നു. ഹനുമാൻ ആ മോതിരം ഭക്തിയോടെ വാങ്ങുന്നു. ഹനുമാനും വാനരപ്പടയും യാത്ര തുടങ്ങുന്നു. അവർ വലിയ കാടുകളും മലകളും താണ്ടി സമുദ്രതീരത്തെത്തുന്നു. മുന്നിൽ അനന്തമായി കിടക്കുന്ന മഹാസമുദ്രം. അക്കരെയെത്താൻ ഒരു വഴിയുമില്ല. വാനരന്മാർ നിരാശരാകുന്നു. അപ്പോഴാണ് അവർക്കവിടെ വെച്ച് ജടായുവിന്റെ സഹോദരനായ സമ്പാദിയെ കാണാൻ കഴിയുന്നത്. സമ്പാദി തന്റെ ദീർഘദൃഷ്ടി കൊണ്ട് കാണുന്നു. 100 യോജന അകലെ ലങ്കയിൽ അശോകവനത്തിൽ സീത ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും വലിയ കടൽ ആര് ചാടിക്കടക്കും? എല്ലാവരും നിശബ്ദരായിരിക്കുമ്പോൾ വയസ്സായ ജാംബവാൻ ഹനുമാന്റെ അടുത്തേക്ക് വരുന്നു. ഹനുമാനെ തന്റെ ശക്തിയെക്കുറിച്ച് അറിവില്ലായിരുന്നു. ജാംബവാൻ ഹനുമാനെ തന്റെ പഴയ ശക്തികളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. ഹനുമാൻ, വായുപുത്രനായ നിനക്ക് ഈ കടൽ ഒരു ചെറിയ കുഴി പോലെയാണ്. എഴുന്നേൽക്കൂ, നിന്റെ ഉള്ളിലെ കരുത്ത് പുറത്തെടുക്കൂ. ആ വാക്കുകൾ കേട്ട ഹനുമാന്റെ ശരീരം വളരാൻ തുടങ്ങുന്നു. അവനൊരു മലയോളം വലുതാകുന്നു. അവന്റെ വാല് ആകാശത്തേക്ക് ഉയരുന്നു. ഹനുമാൻ സമുദ്രതീരത്തെ മഹേന്ദ്രപർവ്വതത്തിന് മുകളിൽ കാലുകൾ ഉറപ്പിക്കുന്നു. കടൽ കടന്ന് ലങ്കയിലെത്തി സീതയെ കാണാനുള്ള ആ വലിയ ദൗത്യത്തിന് ഹനുമാൻ തയ്യാറെടുക്കുകയാണ്. രാമന്റെ തീരാവേദനയ്ക്കൊരു അറുതി വരാൻ പോകുന്നു. ഒരു സാമാന്യ വാനരനിൽ നിന്ന് ദൈവതുല്യനായ വീരനിലേക്കുള്ള ഹനുമാന്റെ മാറ്റം അവിടെ സംഭവിക്കുകയാണ്. പ്രണയത്തിന് കാവലായി ഒരു ഭക്തൻ തന്റെ പ്രയാണം തുടങ്ങുന്നു. ഹനുമാൻ ഒരു വലിയ ഗർജനത്തോടെ ആകാശത്തേക്ക് കുതിച്ചുയരുമ്പോൾ അത് ലങ്കയുടെ നാശത്തിന്റെ കൂടി തുടക്കമായിരുന്നു. മഹേന്ദ്രപർവ്വതത്തിന്റെ നെറുകയിൽ വായുപുത്രനായ ഹനുമാൻ സർവസജ്ജനായി നിൽക്കുകയാണ്. അവന്റെ ശരീരം ഇപ്പോൾ ഒരു വലിയ പർവ്വതം പോലെ വളർന്നിരിക്കുന്നു. ആകാശമുട്ടെ ഉയർന്നു നിൽക്കുന്ന ഹനുമാന്റെ കണ്ണുകളിൽ അചഞ്ചലമായ നിശ്ചയദാർഢ്യം തിളങ്ങുന്നു. ഹനുമാൻ തന്റെ പാദങ്ങൾ മലമുകളിൽ അമർത്തുമ്പോൾ ആ പർവ്വതം തന്നെ ഭൂമിയിലേക്ക് താഴ്ന്നു പോകുന്നു. ഒരു വലിയ സിംഹഗർജനത്തോടെ ഹനുമാൻ ആകാശത്തേക്ക് കുതിച്ചുയരുന്നു. കടൽക്കാറ്റിൽ അവന്റെ വാല് ഒരു വലിയ നാഗത്തെപ്പോലെ ചലിക്കുന്നു. സമുദ്രത്തിലെ തിരമാലകൾ ആ വേഗതയിൽ വശങ്ങളിലേക്ക് തെറിച്ചു മാറുന്നു. ഹനുമാന്റെ ഈ യാത്ര അത്ര സുഖകരമായിരുന്നില്ല. ദേവന്മാർ ഹനുമാന്റെ കരുത്തു പരീക്ഷിക്കാനായി കടലിനടിയിൽ നിന്ന് മൈനാകം എന്ന സവർണപർവ്വതത്തെ അയക്കുന്നു. പക്ഷേ തന്റെ ലക്ഷ്യത്തിനു മുൻപിൽ വിശ്രമമില്ലെന്ന് പറഞ്ഞ് ഹനുമാൻ ആ മലയെ തൊട്ടുവണങ്ങി മുന്നോട്ടു പോകുന്നു. പിന്നീട് സർപ്പങ്ങളുടെ മാതാവായ സുരസ ഹനുമാന്റെ വഴി തടയുന്നു. ഹനുമാനെ വിഴുങ്ങാനായി അവൾ വായ് വിളർക്കുമ്പോൾ ഹനുമാൻ അതിനേക്കാൾ വലുതാകുന്നു. പെട്ടെന്നൊരു കൊച്ചു രൂപമായി മാറി അവളുടെ വായയ്ക്കുള്ളിൽ കയറി പുറത്തുവരുന്ന ഹനുമാന്റെ ബുദ്ധിശക്തി കണ്ട് അവൾ അവനെ അനുഗ്രഹിക്കുന്നു. ഒടുവിൽ നിഴലുകളെ പിടിച്ചു നിർത്താൻ ശേഷിയുള്ള സിംഹിക എന്ന രാക്ഷസിയെ വധിച്ചുകൊണ്ട് ഹനുമാൻ ലങ്കയുടെ തീരത്ത് കാലുകുത്തുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ ഹനുമാൻ ലങ്കാനഗരത്തെ നിരീക്ഷിക്കുന്നു. സ്വർണം കൊണ്ട് നിർമ്മിച്ച മതിലുകളും രത്നങ്ങൾ പതിപ്പിച്ച കൊട്ടാരങ്ങളും ലങ്കയെ ഒരു മായാനഗരമാക്കി മാറ്റിയിരിക്കുന്നു. ഹനുമാൻ ഒരു ചെറിയ പൂച്ചയുടെ വലിപ്പത്തിൽ രൂപം മാറി നഗരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. അവൻ ഓരോ വീടുകളിലും കൊട്ടാരങ്ങളിലും സീതയെ തിരയുന്നു. രാവണന്റെ അന്തഃപുരത്തിൽ സുഖമായി ഉറങ്ങുന്ന രാക്ഷസന്മാരെയും രാജ്ഞിമാരെയും അവൻ കാണുന്നു. ഒരു നിമിഷം മണ്ഡോദരിയെ കണ്ട് അത് സീതയാണോ എന്നവൻ സംശയിക്കുന്നുണ്ടെങ്കിലും രാമനെ പിരിഞ്ഞിരിക്കുന്ന സീത ഒരിക്കലും ഇത്രയും സുഖസൗകര്യങ്ങളിൽ ഉറങ്ങില്ലെന്ന് ഹനുമാൻ തിരിച്ചറിയുന്നു. ഒടുവിൽ ഹനുമാൻ അശോകവനത്തിലെത്തുന്നു. അവിടെ ഒരു ശിംശപാ വൃക്ഷത്തിന്റെ ചുവട്ടിൽ മലിനമായ വസ്ത്രങ്ങൾ ധരിച്ച് കണ്ണുനീർ വാർത്തിരിക്കുന്ന ഒരു സ്ത്രീയെ അവൻ കാണുന്നു. ആ മുഖത്തെ തേജസ്സും ദുഃഖവും കണ്ടപ്പോൾ തന്നെ അത് തന്റെ ജ്യേഷ്ഠത്തിയായ സീതയാണെന്ന് ഹനുമാൻ ഉറപ്പായി. അവൾക്കു ചുറ്റും ഭീകരരൂപികളായ രാക്ഷസികൾ കാവൽ നിൽക്കുന്നുണ്ട്. ഈ സമയത്താണ് രാവണൻ അവിടേക്ക് വരുന്നത്. അഹങ്കാരത്തോടെ അവൻ സീതയുടെ മുന്നിൽ നിൽക്കുന്നു. സീത, നിന്റെ ആ രാമൻ ഒരിക്കലും ഈ കടൽ കടന്നിവിടെ എത്തില്ല. നീ എന്തിനാണ് വെറുതെ കരയുന്നത്? എൻ്റെ പത്നിയായി ലങ്ക ഭരിക്കൂ
എന്ന് രാവണൻ പ്രലോഭിപ്പിക്കുന്നു. സീത പതുക്കെ ഒരു പുല്ല് നുള്ളി നിലത്തിടുന്നു. രാവണനെ നേരിട്ട് നോക്കാൻ പോലും തയ്യാറാകാതെ അവൾ പറയുന്നു, രാവണ, സിംഹത്തിൻ്റെ ഇരയെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന കുറുക്കനാണ് നീ. എൻ്റെ രാമൻ വരും, നിന്റെ ഈ ലങ്കയെ ചാരമാക്കും. കോപിഷ്ഠനായ രാവണൻ 1 മാസത്തെ സമയം കൂടി നൽകി അവിടം വിടുന്നു. രാവണൻ പോയതിനു ശേഷം സീത ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു. തൻ്റെ ജീവിതം അവസാനിക്കാറായെന്ന് കരുതി അവൾ വിതുമ്പുമ്പോൾ മരത്തിനു മുകളിലിരുന്ന ഹനുമാൻ രാമൻ്റെ കഥ പതുക്കെ പാടാൻ തുടങ്ങുന്നു. രാമൻ്റെ ജനനം മുതൽ വനവാസം വരെയുള്ള കാര്യങ്ങൾ കേട്ടപ്പോൾ സീത അത്ഭുതപ്പെട്ടു. ആരാണ് എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ കഥ പറയുന്നത് എന്നവൾ ചുറ്റും നോക്കുന്നു. ഹനുമാൻ സാവധാനം താഴെ ഇറങ്ങി വന്ന് സീതയെ വണങ്ങുന്നു. ആദ്യം സീത അവനെ വിശ്വസിച്ചില്ല. ഇതൊരു രാക്ഷസമായയാണോ എന്നവൾ ഭയപ്പെട്ടു. അപ്പോഴാണ് ഹനുമാൻ രാമൻ നൽകിയ ആ മുദ്രമോതിരം സീതയ്ക്ക് നൽകുന്നത്. തൻ്റെ ഭർത്താവിൻ്റെ മോതിരം കണ്ടപ്പോൾ സീതയുടെ കണ്ണുകളിൽ നിന്ന് ആനന്ദാശ്രുക്കൾ ഒഴുകി. അവൾ ആ മോതിരം നെഞ്ചോട് ചേർത്തു പിടിച്ചു. ഹനുമാൻ രാമൻ്റെയും ലക്ഷ്മണൻ്റെയും വിശേഷങ്ങൾ വിവരിക്കുന്നു. അമ്മേ, വിഷമിക്കണ്ട, ലക്ഷക്കണക്കിന് വാനരന്മാരുമായി രാമൻ ഉടനെ എത്തും. വേണമെങ്കിൽ ഇപ്പോൾ തന്നെ അവിടത്തെ എൻ്റെ ചുമലിലേറ്റി ഞാൻ രാമൻ്റെ അരികിലെത്തിക്കാം എന്ന് ഹനുമാൻ പറയുമ്പോൾ സീത അത് നിരസിക്കുന്നു. തൻ്റെ ഭർത്താവ് യുദ്ധം ചെയ്ത് രാവണനെ തോൽപ്പിച്ച് തന്നെ കൊണ്ടുപോകുന്നതാണ് ധർമ്മമെന്നവൾ വിശ്വസിക്കുന്നു. യാത്ര തിരിക്കുന്നതിനു മുൻപ് സീത തൻ്റെ തലയിൽ ചൂടിയിരുന്ന ചൂടാമണി എന്ന രത്നം ഹനുമാന് നൽകുന്നു. ഇത് കണ്ടാൽ രാമന് താൻ ജീവിച്ചിരിപ്പുണ്ടെന്നുറപ്പാകും എന്നവൾ പറയുന്നു. ലങ്ക വിടുന്നതിനു മുൻപ് രാവണന്റെ ശക്തിയൊന്ന് പരീക്ഷിക്കാൻ ഹനുമാൻ തീരുമാനിക്കുന്നു. അവൻ അശോകവനം മുഴുവൻ തല്ലി തകർക്കുന്നു. മരങ്ങൾ വേരോടെ പിഴുതെറിയുന്നു. ഇത് തടയാൻ വന്ന ആയിരക്കണക്കിന് രാക്ഷസ സൈനികരെ ഹനുമാൻ കൊന്നുതള്ളുന്നു. ഒടുവിൽ രാവണന്റെ മകനായ അക്ഷകുമാരനെ ഹനുമാൻ വധിക്കുന്നു. വാർത്തയറിഞ്ഞ രാവണൻ തൻ്റെ മൂത്ത മകൻ ഇന്ദ്രജിത്തിനെ അയക്കുന്നു. ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് ഹനുമാനെ തളയ്ക്കുന്നു. ബ്രഹ്മാസ്ത്രത്തോട് ആദരവുള്ളതിനാൽ ഹനുമാൻ സ്വയം ബന്ധനസ്ഥനാകാൻ സമ്മതിക്കുന്നു. രാക്ഷസന്മാർ അവനെ രാവണന്റെ സഭയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു. 10 തലകളുള്ള രാവണന്റെ മുന്നിൽ നിൽക്കുമ്പോഴും ഹനുമാന് ഒരു ഭയവുമില്ലായിരുന്നു. ഞാൻ രാമന്റെ ദൂതനാണ്, സീതയെ വിട്ടുകൊടുത്ത് മാപ്പിരക്കുക, ഇല്ലെങ്കിൽ നിന്റെ ലങ്ക നശിക്കും എന്ന് ഹനുമാൻ താക്കീത് നൽകുന്നു. കോപിഷ്ഠനായ രാവണൻ ഹനുമാനെ കൊല്ലാൻ ഉത്തരവിടുന്നു. എന്നാൽ വിഭീഷണൻ ഇടപെട്ട് ദൂതനെ കൊല്ലുന്നത് തെറ്റാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. പകരം ഹനുമാന്റെ വാലിൽ തുണികൾ ചുറ്റി തീയിടാൻ രാവണൻ കൽപ്പിക്കുന്നു. വാനരന്മാർക്ക് അവരുടെ വാല് വളരെ പ്രിയപ്പെട്ടതാണല്ലോ. രാക്ഷസന്മാർ ഹനുമാന്റെ വാലിൽ എണ്ണയിൽ മുക്കിയ തുണികൾ ചുറ്റി തീ കൊളുത്തുന്നു. ആ അവസ്ഥയിൽ അവർ അവനെ നഗരത്തിലൂടെ പ്രദർശനം നടത്തുന്നു. പക്ഷേ ഹനുമാൻ തൻ്റെ വലിപ്പം കുറച്ച് ബന്ധനങ്ങളിൽ നിന്ന് മോചിതനായി. വാലിലെ തീ വലിയൊരു ജ്വാലയായി മാറി. ഹനുമാൻ ഒരു കൊട്ടാരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടാൻ തുടങ്ങി. മിനിറ്റുകൾക്കുള്ളിൽ സ്വർണലങ്ക അഗ്നിക്കിരയായി. രാക്ഷസന്മാരുടെ കരച്ചിലും തീയുടെ ആളിപ്പടരുന്ന ശബ്ദവും ലങ്കയെ നരകതുല്യമാക്കി. എന്നാൽ സീതയിരിക്കുന്ന അശോകവനത്തെ മാത്രം തീ സ്പർശിച്ചില്ല. ലങ്ക മുഴുവൻ കത്തിച്ച ശേഷം ഹനുമാൻ സമുദ്രത്തിൽ ചാടി തീ അണയ്ക്കുന്നു. വീണ്ടും സമുദ്രം കടന്ന് ഹനുമാൻ വാനരന്മാരുടെ അരികിൽ തിരിച്ചെത്തുന്നു. എല്ലാവരും ആവേശത്തോടെ അവനെ സ്വീകരിക്കുന്നു. നേരെ രാമന്റെ അടുത്തേക്ക് ചെന്ന് ഹനുമാൻ പറയുന്നു, കണ്ടു ഞാൻ ദേവിയെ. ഹനുമാൻ സീത നൽകിയ ചൂടാമണി രാമന്റെ കയ്യിൽ വയ്ക്കുന്നു. ആ രത്നം കണ്ടപ്പോൾ രാമൻ നിയന്ത്രണം വിട്ട് കരയുന്നു. സീതയുടെ സ്പർശനം ആ രത്നത്തിൽ അവൻ അനുഭവപ്പെട്ടു. ഹനുമാൻ, നീ ചെയ്ത ഈ സഹായത്തിന് പകരമായി നൽകാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്നു പറഞ്ഞ് ഹനുമാനെ രാമൻ കെട്ടിപ്പിടിക്കുന്നു. രാമന്റെ ഹൃദയത്തിൽ ഇപ്പോൾ ഒരു പുതിയ കരുത്തുദിച്ചിരിക്കുന്നു. തൻ്റെ പ്രിയതമ ജീവനോടെയുണ്ടെന്ന അറിവ് അവനെ ഒരു മഹാപോരാളിയാക്കി മാറ്റുന്നു. ലങ്കാദഹനം വെറുമൊരു തീപിടുത്തമായിരുന്നില്ല, അത് രാവണന്റെ അഹങ്കാരത്തിനുള്ള ആദ്യത്തെ പ്രഹരമായിരുന്നു. സമുദ്രത്തിനക്കരെ സീത കാത്തിരിക്കുന്നുണ്ടെന്ന തിരിച്ചറിവിൽ രാമൻ തൻ്റെ സൈന്യത്തോടൊപ്പം ലങ്കയെ ലക്ഷ്യമാക്കി പുറപ്പെടാനൊരുങ്ങുന്നു. ആകാശത്തുദിച്ചുയരുന്ന സൂര്യനെപ്പോലെ രാമന്റെ മുഖം തിളങ്ങുന്നു. വരാനിരിക്കുന്നത് ചരിത്രം സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഏറ്റവും വലിയ യുദ്ധമാണ്. രാമന്റെ കണ്ണുകളിലെ ആ ദൃഢനിശ്ചയം കണ്ടപ്പോൾ ലക്ഷ്മണനും സുഗ്രീവനും വാനരപ്പടയും ആവേശഭരിതരായി. ജയ് ശ്രീരാം എന്ന വിളികൾ കൊണ്ട് ആ പ്രദേശം മുഴുവൻ മുഴങ്ങുന്നു. കടൽ പോലും ആ സൈന്യത്തിൻ്റെ വരവ് കണ്ട് ഭയപ്പെട്ടു വിറയ്ക്കുന്നത് പോലെ തോന്നി.
ദൂരെയുള്ള ലങ്കാനഗരത്തിന്റെ സ്വർണ്ണമച്ചിനു മുകളിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നത് കാണാം. സമുദ്രത്തിന്റെ ഈ കരയിൽ ലക്ഷക്കണക്കിനു വരുന്ന വാനര സൈന്യം അണിനിരന്നു കഴിഞ്ഞു. അവർക്കു മുന്നിൽ അനന്തമായി പരന്നുകിടക്കുന്ന സമുദ്രം. തിരമാലകൾ അലറി വിളിച്ചുകൊണ്ട് കരയിലേക്ക് ആഞ്ഞടിക്കുന്നു. ഈ മഹാസമുദ്രം കടന്ന് അക്കരയെത്തുക എന്നത് ഏതൊരു സൈന്യത്തിനും അസാധ്യമായ ഒന്നാണ്. രാമൻ സമുദ്രതീരത്തിരുന്നുകൊണ്ട് അക്കരെയുള്ള സീതയെക്കുറിച്ച് ചിന്തിക്കുന്നു. ഓരോ തിരമാലയും തന്റെ പ്രിയതമയുടെ സങ്കടങ്ങൾ ഏറ്റുവാങ്ങിയാണോ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് അവൻ സംശയപ്പെടുന്നു. പക്ഷേ രാമന്റെ മുഖത്ത് ഇപ്പോൾ സങ്കടത്തേക്കാൾ കൂടുതൽ ദൃഢനിശ്ചയമാണ് നിഴലിക്കുന്നത്. ഈ സമയത്താണ് ലങ്കയിൽ നിന്ന് ഒരാൾ ആകാശത്തിലൂടെ പറന്നിങ്ങോട്ടേക്ക് വരുന്നത്. അത് രാവണന്റെ സഹോദരനായ വിഭീഷണനാണ്. രാവണന്റെ സഭയിൽ വെച്ച് സീതയെ വിട്ടുനൽകാൻ ഉപദേശിച്ച വിഭീഷണനെ രാവണൻ അപമാനിച്ച് പുറത്താക്കിയിരിക്കുകയാണ്. തന്റെ സഹോദരൻ അധർമ്മത്തിന്റെ പാതയിലാണെന്ന് മനസ്സിലാക്കിയ വിഭീഷണൻ ധർമ്മത്തിന്റെ പക്ഷം ചേരാൻ തീരുമാനിക്കുന്നു. വാനരന്മാർ വിഭീഷണനെ സംശയത്തോടെയാണ് നോക്കുന്നത്. ഇവൻ രാവണന്റെ ചാരനായിരിക്കാം, നമുക്കിവനെ തടവിലാക്കാം എന്ന് സുഗ്രീവൻ പറയുന്നു. എന്നാൽ രാമൻ ശാന്തനായി പറഞ്ഞു, ശരണം ചോദിച്ചു വരുന്ന ആരെയും ഉപേക്ഷിക്കരുത് എന്നത് എന്റെ വ്രതമാണ്. അവൻ ശത്രുവിന്റെ സഹോദരനാണെങ്കിൽ പോലും എന്റെ സംരക്ഷണയിലായിരിക്കും. രാമൻ വിഭീഷണനെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. ലങ്കയിലെ രഹസ്യങ്ങളും രാവണന്റെ ശക്തികേന്ദ്രങ്ങളും വിഭീഷണൻ രാമന് വിവരിച്ചു കൊടുക്കുന്നു. ശേഷം രാമൻ വിഭീഷണനോട് വാക്ക് നൽകുന്നു. രാവണൻ നശിച്ച ശേഷം ലങ്കയ്ക്കൊരു ധാർമ്മികനായ രാജാവ് ആവശ്യമുണ്ട്. ആ സ്ഥാനത്ത് നീയിരിക്കും. അതിൻ്റെ വാഗ്ദാനമാണ്. ഇതൊരു വലിയ സന്ദേശമായിരുന്നു. രാമന്റെ യുദ്ധം ലങ്ക പിടിച്ചടക്കാനല്ല, മറിച്ച് അധർമ്മം നശിപ്പിക്കാനാണ്. ഇനി മുന്നിലുള്ളത് കടൽ കടക്കുക എന്ന വലിയ കടമ്പയാണ്. 3 ദിവസമായി രാമൻ സമുദ്രത്തോട് വഴി നൽകാനായി പ്രാർത്ഥിക്കുന്നു. ദർഭപുല്ല് വിരിച്ച് സമുദ്രതീരത്ത് ഉപവാസമനുഷ്ഠിക്കുന്ന രാമൻ. പക്ഷേ സമുദ്രദേവൻ രാമന്റെ പ്രാർത്ഥനകൾ കേട്ട ഭാവം നടിക്കുന്നില്ല. ശാന്തനായ രാമന്റെ ഉള്ളിൽ പതിയെ കോപം ജ്വലിക്കാൻ തുടങ്ങുന്നു. വിനയം കാണിക്കേണ്ടിടത്ത് അത് കാണിക്കണം, പക്ഷേ ശക്തി പ്രയോഗിക്കേണ്ടിടത്ത് അത് അനിവാര്യമാണ് എന്ന് രാമൻ ലക്ഷ്മണനോട് പറയുന്നു. രാമൻ തന്റെ കോദണ്ഡം കയ്യിലെടുക്കുന്നു. ആകാശത്തിടിമിന്നൽ വെട്ടുന്നു. ഭൂമി വിറയ്ക്കുന്നു. രാമൻ ബ്രഹ്മാസ്ത്രം തൊടുത്ത് സമുദ്രത്തെ വറ്റിക്കാനൊരുങ്ങുന്നു. സമുദ്രത്തിലെ ജീവജാലങ്ങൾ ഭയന്ന് വിറയ്ക്കുന്നു. തിരമാലകൾ പർവ്വതങ്ങളോളം ഉയരുന്നു. അപ്പോഴാണ് പേടിച്ചു വിറച്ചുകൊണ്ട് സമുദ്രദേവൻ പ്രത്യക്ഷപ്പെടുന്നത്. അയാൾ രാമന്റെ പാദങ്ങളിൽ വീണ് ക്ഷമ ചോദിക്കുന്നു. രാമ, പ്രകൃതിയുടെ നിയമങ്ങൾ എനിക്ക് ലംഘിക്കാൻ കഴിയില്ല. പക്ഷേ നിങ്ങളെ സഹായിക്കാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം. നിങ്ങളുടെ സൈന്യത്തിൽ നളൻ, നീലൻ എന്നീ 2 വാനരന്മാരുണ്ട്. അവർക്ക് ജലത്തിൽ എന്തിട്ടാലും അത് പൊങ്ങിക്കിടക്കാനുള്ള അനുഗ്രഹമുണ്ട്. അവർ കല്ലുകൾ കൊണ്ട് സമുദ്രത്തിന് മുകളിൽ ഒരു പാലം പണിയട്ടെ. ഞാൻ ആ പാലത്തെ താങ്ങിക്കൊള്ളാം. രാമൻ തന്റെ അമ്പ് ദിശ മാറ്റിവിടുന്നു. സമുദ്രദേവന്റെ ഉപദേശപ്രകാരം വാനരന്മാർ പാലം പണിയാനൊരുങ്ങുന്നു. അതൊരു അത്ഭുതകരമായ കാഴ്ചയായിരുന്നു. വിശ്വകർമാവിന്റെ പുത്രന്മാരായ നളനും നീലനും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ലക്ഷക്കണക്കിന് വാനരന്മാർ വലിയ വലിയ മലകളും പാറകളും ചുമന്നുകൊണ്ട് സമുദ്രതീരത്തേക്ക് വരുന്നു. അവർ ആ കല്ലുകളിൽ രാമ എന്ന നാമം കുത്തുന്നു. അത്ഭുതം! എത്ര വലിയ കല്ലുകളും സമുദ്രത്തിലിടുമ്പോൾ അത് താഴ്ന്നു പോകാതെ പൊങ്ങിക്കിടക്കുന്നു. രാമനാമം ആ കല്ലുകൾക്ക് ഭാരമില്ലാതാക്കി മാറ്റുന്നു. അണ്ണാറക്കണ്ണൻ മുതൽ ഭീമാകാരന്മാരായ വാനരന്മാർ വരെ ഈ മഹാദൗത്യത്തിൽ പങ്കുചേരുന്നു. ചെറിയൊരു അണ്ണാറക്കണ്ണൻ കടലിൽ മുങ്ങി മണൽത്തരികൾ പാലത്തിനിടയിലെ വിടവുകളിൽ നിറയ്ക്കുന്നത് കണ്ട രാമൻ അതിനെ സ്നേഹത്തോടെ തടവുന്നു. ഇന്നും അണ്ണാറക്കണ്ണന്റെ പുറത്തുള്ള 3 വരകൾ രാമന്റെ വിരലടയാളങ്ങളാണെന്നാണ് ഐതിഹ്യം. വെറും 5 ദിവസങ്ങൾക്കുള്ളിൽ 100 യോജന ദൈർഘ്യമുള്ള ആ മഹാസേതു നിർമ്മിക്കപ്പെടുന്നു. രാമസേതു, അധ്വാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വലിയൊരടയാളം. സമുദ്രത്തിൻ്റെ മധ്യത്തിലൂടെ നീളുന്ന ആ പാലത്തിലൂടെ രാമസൈന്യം യാത്ര തുടങ്ങുന്നു. ഹനുമാനും അംഗദനും സൈന്യത്തിൻ്റെ മുൻനിരയിൽ അണിനിരക്കുന്നു. രാമനും ലക്ഷ്മണനും ആ കല്ലുകൾക്ക് മുകളിലൂടെ ലങ്കയെ ലക്ഷ്യമാക്കി നടക്കുന്നു. ആകാശത്ത് നിന്ന് ഈ കാഴ്ച കണ്ട ദേവന്മാർ അത്ഭുതപ്പെട്ടു. ഭൂമിയിൽ ഇതുവരെ ഉണ്ടാകാത്തത്രയും വലിയൊരു പാലത്തിലൂടെ ഒരു വമ്പൻ സൈന്യം കടൽ കടക്കുകയാണ്. വാനരന്മാരുടെ ജയ് ശ്രീരാം എന്ന വിളി ലങ്കയുടെ മതിലുകളിൽ വരെ മാറ്റൊലിക്കൊള്ളുന്നു. ലങ്കയുടെ തീരത്തെത്തിയ രാമൻ സുവേല പർവ്വതത്തിനു മുകളിൽ താവളമടിക്കുന്നു. അവിടെ നിന്ന് നോക്കിയാൽ സ്വർണലങ്കയുടെ മുഴുവൻ ഭംഗിയും കാണാം.
മനോഹരമായ ഗോപുരങ്ങളും കൊട്ടാരങ്ങളും. രാവണൻ തൻ്റെ കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്ന് ഈ കാഴ്ച കാണുന്നുണ്ട്. തൻ്റെ ശത്രു സമുദ്രം കടന്ന് വീട്ടുവാതിൽക്കൽ എത്തിയിരിക്കുന്നു എന്നത് അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ ചാരന്മാർ വന്ന് സൈന്യത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ രാവണൻ അഹങ്കാരത്തോടെ ചിരിക്കുന്നു. കുറച്ചു കുരങ്ങന്മാരും 2 മനുഷ്യരും ചേർന്ന് എൻ്റെ ലങ്കയെ എന്തു ചെയ്യാനാണ് എന്നതായിരുന്നു അയാളുടെ ഭാവം. എന്നാൽ ലങ്കയിലെ പ്രജകൾ ഭയപ്പാടിലായിരുന്നു. ഹനുമാൻ വരുത്തിയ നാശനഷ്ടങ്ങൾ അവർ ഇന്നും മറന്നിട്ടില്ല. യുദ്ധം തുടങ്ങുന്നതിനു മുൻപ് ഒരു സമാധാന ചർച്ചയ്ക്കു കൂടി രാമൻ തീരുമാനിക്കുന്നു. ബാലിയുടെ മകനായ അംഗദനെ രാമൻ ദൂതനായി രാവണൻ്റെ അടുത്തേക്ക് അയക്കുന്നു. ഇപ്പോഴും വൈകിയിട്ടില്ല. സീതയെ തിരികെ നൽകി മാപ്പിരയ്ക്കുകയാണെങ്കിൽ രാമൻ നിന്നോട് ക്ഷമിക്കും എന്ന് അംഗദൻ സഭയിൽ വെച്ച് പറയുന്നു. എന്നാൽ രാവണൻ അത് പരിഹാസത്തോടെ തള്ളിക്കളയുന്നു. അംഗദൻ സഭയുടെ മധ്യത്തിൽ തൻ്റെ കാലുറപ്പിച്ചു വെച്ചുകൊണ്ട് വെല്ലുവിളിക്കുന്നു. രാവണ, നിന്റെ സഭയിലുള്ള ആർക്കെങ്കിലും എൻ്റെ ഈ കാലൊന്ന് നിലത്തുനിന്ന് പൊക്കാൻ കഴിയുമെങ്കിൽ രാമൻ യുദ്ധം ചെയ്യാതെ തിരിച്ചു പോകും. രാവണൻ്റെ പ്രമുഖ വീരന്മാരും മക്കളും ശ്രമിച്ചെങ്കിലും അംഗദൻ്റെ കാലൊന്ന് അനക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ രാവണൻ തന്നെ ഇറങ്ങി വന്നപ്പോൾ അംഗദൻ കാലുമാറ്റി. എൻ്റെ കാലല്ല, നീ പോയി രാമൻ്റെ പാദങ്ങളിൽ വീഴൂ എന്ന് പറഞ്ഞ് അംഗദൻ അവിടെ നിന്ന് മടങ്ങുന്നു. ഇനി സമാധാനത്തിന് വഴിയില്ലെന്ന് രാമന് ബോധ്യപ്പെട്ടു. യുദ്ധഭേരി മുഴങ്ങുന്നു. ലങ്കയുടെ 4 വാതിലുകളിലൂടെയും വാനരപ്പട ഇരച്ചു കയറാൻ ഒരുങ്ങുന്നു. സുഗ്രീവൻ, ഹനുമാൻ, അംഗദൻ എന്നിവർ വ്യത്യസ്ത ദിശകളിൽ നിന്ന് ആക്രമണം നയിക്കുന്നു. രാമനും ലക്ഷ്മണനും വില്ലുമായി മുന്നിൽ നിൽക്കുന്നു. ലങ്കയുടെ ആകാശത്ത് അമ്പുകൾ മഴ പോലെ പെയ്യാൻ പോകുന്നു. സ്വർണ്ണ കൊട്ടാരങ്ങൾക്കും രത്നഗോപുരങ്ങൾക്കും ഇനി അധികമായുസില്ല. അധർമ്മത്തിൻ്റെ കോട്ടകൾ ഓരോന്നായി തകരാൻ പോകുകയാണ്. ഈ രാത്രിയിൽ രാമൻ ഉറങ്ങുന്നില്ല. സുവേലാ പർവ്വതത്തിൽ ഇരുന്നുകൊണ്ട് അവൻ നക്ഷത്രങ്ങളെ നോക്കുന്നു. അക്കരെയുള്ള അശോകവനത്തിൽ സീതയും ആ നക്ഷത്രങ്ങളെ നോക്കുന്നുണ്ടാകുമെന്നവനറിയാം. അവർക്കിടയിലുള്ള ദൂരം ഇപ്പോൾ വെറുമൊരു മതിൽക്കെട്ട് മാത്രമാണ്. നേരം പുലരുമ്പോൾ തുടങ്ങുന്ന യുദ്ധം ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ പോരാട്ടമായിരിക്കും. ലങ്കയുടെ തെരുവുകളിൽ രക്തമൊഴുകാൻ പോകുന്നു. ലക്ഷക്കണക്കിന് രാക്ഷസന്മാരും വാനരന്മാരും മുഖാമുഖം നിൽക്കുമ്പോൾ നീതിക്ക് വേണ്ടിയുള്ള ആ മഹാസമരം അതിൻ്റെ ആവേശത്തിലേക്ക് കടക്കുകയാണ്. രാമൻ്റെ മനസ്സിപ്പോൾ ശാന്തമാണ്. അവൻ തൻ്റെ വില്ലായ കോദണ്ഡം ഒരിക്കൽ കൂടി പരിശോധിക്കുന്നു. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ വില്ലിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ അമ്പും ലോകത്തിന് ധർമ്മത്തിൻ്റെ പാഠങ്ങൾ പറഞ്ഞുകൊടുക്കാനുള്ളതാണ്. സമുദ്രം പോലും നിശബ്ദമായി ആ മഹാസംഭവത്തിനായി കാത്തുനിൽക്കുന്നു. ലങ്കയുടെ മണ്ണിൽ ഇന്ന് രക്തത്തിൻ്റെ മണമാണ്. ആകാശം പുകപടലങ്ങളാൽ മൂടിക്കിടക്കുന്നു. യുദ്ധത്തിൻ്റെ ഭീകരമായ ശബ്ദങ്ങൾക്കിടയിൽ വാനരന്മാരുടെ ആവേശവും രാക്ഷസന്മാരുടെ ദയനീയാവസ്ഥയും തെളിഞ്ഞു നിൽക്കുന്നു. കുംഭകർണനെ പോലെയുള്ള അതികായന്മാരും മായായുദ്ധത്തിൽ അജയ്യനായ ഇന്ദ്രജിത്തും ഇതിനോടകം തന്നെ രാമലക്ഷ്മണന്മാരുടെ അമ്പുകൾക്ക് മുൻപിൽ വീണു കഴിഞ്ഞു. തൻ്റെ പ്രിയപ്പെട്ട മക്കളും സഹോദരങ്ങളും ഓരോരുത്തരായി മണ്ണടിയുന്നത് കണ്ടപ്പോൾ രാവണന്റെ ഉള്ളിൽ ആദ്യമായി ഭയം നിഴലിച്ചു. പക്ഷേ ആ അഹങ്കാരം ഇപ്പോഴും അവനെ കീഴടങ്ങാൻ അനുവദിക്കുന്നില്ല. ഒടുവിൽ ലങ്കാധിപതിയായ രാവണൻ തൻ്റെ അത്യന്തം മാരകമായ ആയുധങ്ങളുമായി നേരിട്ട് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. രാമനും രാവണനും മുഖാമുഖം നിൽക്കുന്ന ആ നിമിഷം ചരിത്രം ശ്വാസമടക്കി പിടിച്ചു നോക്കി നിന്ന ആ മഹാപോരാട്ടം. രാവണൻ തൻ്റെ 10 തലകളും 20 കൈകളുമായി തേരിലിരുന്ന് അട്ടഹസിക്കുന്നു. രാമൻ ഭൂമിയിൽ ഉറച്ചുനിന്ന് തൻ്റെ വില്ല് കുലയ്ക്കുന്നു. ഇത് കണ്ട ദേവേന്ദ്രൻ രാമന് സഹായിക്കാനായി തൻ്റെ തേരാളിയായ മാതലിയെയും ദിവ്യമായ തേരും അയച്ചു കൊടുക്കുന്നു. ആകാശത്ത് വെച്ച് രാമനും രാവണനും തമ്മിൽ നടന്നത് സമാനതകളില്ലാത്ത യുദ്ധമായിരുന്നു. രാവണൻ ഓരോ മായാസ്ത്രങ്ങൾ തൊടുക്കുമ്പോഴും രാമൻ അതിന് ശാന്തമായി നേരിടുന്നു. രാമന്റെ അമ്പുകൾ രാവണന്റെ തലകൾ അരിയുന്നുണ്ടെങ്കിലും അത് വീണ്ടും വീണ്ടും മുളച്ചു വരുന്നത് രാമനെ അത്ഭുതപ്പെടുത്തി. വിഭീഷണൻ ഈ രഹസ്യം രാമനോട് വെളിപ്പെടുത്തുന്നു. രാമ, അവന്റെ നാഭിയിൽ അമൃതുണ്ട്. അവിടെ അമ്പെയ്താൽ മാത്രമേ അവനെ വധിക്കാൻ കഴിയൂ. അഗസ്ത്യമുനി ഉപദേശിച്ച ആദിത്യഹൃദയം ജപിച്ച് രാമൻ തൻ്റെ ആവനാഴിയിലെ ഏറ്റവും കരുത്തുള്ള ബ്രഹ്മാസ്ത്രം കയ്യിലെടുക്കുന്നു. ആ അമ്പ് സൂര്യനെ പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. വായുവിന് വേഗതയും അഗ്നിയെ തേജസ്സും ആ അമ്പിൽ സമ്മേളിച്ചിരുന്നു. രാമൻ വില്ല് ചെവിയോളം വലിച്ചു. ജയ് ശ്രീരാം എന്ന വിളിയോടെ ആ അമ്പ് പാഞ്ഞുപോയി. അത് നേരെ ചെന്ന് രാവണന്റെ ഹൃദയത്തെ പിളർന്നു.
ലോകത്തെ വിറപ്പിച്ച ആ മഹാരാക്ഷസൻ തന്റെ 10 തലകളുമായി മലയിടിഞ്ഞു വീഴുന്നതുപോലെ തേരിലിരുന്ന് താഴേക്ക് പതിച്ചു. ആ നിമിഷം ലങ്കയിൽ ഭീകരമായൊരു നിശബ്ദത തളം കെട്ടി നിന്നു. ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടിയുണ്ടായി. അധർമ്മത്തിന്റെ 10 തലം അവസാനിച്ചിരിക്കുന്നു. രാവണന്റെ മരണശേഷം വിഭീഷണൻ ലങ്കയുടെ രാജാവായി വാഴിക്കപ്പെടുന്നു. ഇപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ അശോകവനത്തിലേക്കാണ്. തടവറയിൽ നിന്ന് മോചിതയായ സീത രാമന്റെ അടുത്തേക്ക് വരുന്നു. നീണ്ട 14 വർഷത്തെ കാത്തിരിപ്പിനും മാസങ്ങൾ നീണ്ട വേർപാടിനും ഒടുവിൽ അവർ പരസ്പരമൊന്ന് കണ്ടു. സീതയുടെ കണ്ണുകളിൽ ആനന്ദാശ്രുക്കൾ ഒഴുകി. രാമന്റെ മുഖത്ത് ഒരു വലിയ ലക്ഷ്യം പൂർത്തിയാക്കിയതിൻ്റെ ആശ്വാസമുണ്ട്. സീതയുടെ പരിശുദ്ധി ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അഗ്നിപരീക്ഷയെന്ന കടമ്പ കൂടി കടന്ന ശേഷം രാമൻ സീതയെ നെഞ്ചോട് ചേർക്കുന്നു. പ്രണയത്തിൻ്റെ ആ പുനഃസമാഗമം കണ്ടുനിന്നവരുടെ ഉള്ളിൽ പോലും കുളിർമ പടർത്തി. വനവാസത്തിൻ്റെ 14 വർഷം പൂർത്തിയാകാൻ ഇനി അധികം സമയമില്ല. അയോധ്യയിൽ ഭരതൻ തൻ്റെ ജ്യേഷ്ഠന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ്. രാമൻ നൽകിയ പാതുകങ്ങൾ സിംഹാസനത്തിൽ വെച്ച് ഒരു സന്യാസിയെപ്പോലെയാണ് ഭരതൻ രാജ്യം ഭരിക്കുന്നത്. രാമൻ എത്തിയില്ലെങ്കിൽ അഗ്നിയിൽ ചാടി മരിക്കുമെന്ന് ഭരതൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. രാമനും സീതയും ലക്ഷ്മണനും വിഭീഷണനും ഹനുമാനും അടങ്ങുന്ന സംഘം രാവണന്റെ പുഷ്പക വിമാനത്തിൽ അയോധ്യയിലേക്ക് തിരിക്കുന്നു. ആകാശത്തിലൂടെയുള്ള ആ യാത്ര മനോഹരമായിരുന്നു. രാമൻ സീതയ്ക്ക് താഴെയുള്ള കാടുകളും കടലുകളും കാണിച്ചു കൊടുത്തു. നോക്കൂ സീതേ, നീ കൊണ്ടുപോയ വഴിയിലൂടെയാണ് നാം ഇപ്പോൾ പോകുന്നത്. അതാ ആ കടൽ കടന്നാണ് ഹനുമാൻ നിന്നെ കണ്ടത്. ആ പാലമാണ് വാനരന്മാർ നമുക്കായി പണിതത്. കിഷ്കിന്ധയിലെത്തി സുഗ്രീവന്റെ പത്നിമാരെയും കൂട്ടി അവർ അയോധ്യയുടെ അതിർത്തിയിലെത്തി. നന്ദിഗ്രാമിൽ വെച്ച് രാമനും ഭരതനും തമ്മിൽ കെട്ടിപ്പിടിക്കുന്ന ആ നിമിഷം സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു. അയോധ്യ നഗരം വീണ്ടും ഒരു ഉത്സവത്തിനൊരുങ്ങുകയാണ്. പക്ഷേ ഇത്തവണ അത് കണ്ണീരിലല്ല, മറിച്ച് വിജയാഘോഷത്തിൻ്റെ നിറവിലാണ്. അയോധ്യയിലെ തെരുവുകൾ ദീപങ്ങളാൽ അലങ്കരിക്കപ്പെട്ടു. ജനം ആനന്ദ നൃത്തം ചവിട്ടി. തങ്ങളുടെ പ്രിയപ്പെട്ട രാമകുമാരൻ രാജാവായി വാഴാൻ പോകുന്നു. വസിഷ്ഠ മഹർഷിയുടെ കാർമ്മികത്വത്തിൽ രാമന്റെ പട്ടാഭിഷേകം നടന്നു. സീത രാമന്റെ അരികിലിരുന്ന് മഹാറാണിയായി വാണു. ലോകം കണ്ട ഏറ്റവും നീതിയുക്തമായ ഭരണം, രാമരാജ്യം അവിടെ തുടങ്ങുകയായിരുന്നു. ഹനുമാനും മറ്റു വാനരന്മാരും ആ സന്തോഷത്തിൽ പങ്കുചേർന്നു. ഹനുമാന് നൽകിയ ഏറ്റവും വലിയ സമ്മാനം തൻ്റെ മാറിലെ മാലയല്ല, മറിച്ച് തൻ്റെ ഹൃദയത്തിലെ ഇടമായിരുന്നു. പ്രണയവും ത്യാഗവും സഹനവും ഒടുവിൽ വിജയത്തിലെത്തിയിരിക്കുന്നു. നമ്മുടെ ഈ കഥ ഇവിടെ ഒരു പൂർണ്ണതയിലെത്തുകയാണ്. മിഥിലയിലെ ആ പുഷ്പവാടിയിൽ തുടങ്ങിയ ആ വലിയ പ്രണയകഥ കാടിൻ്റെ കഠിനമായ വഴികളും സമുദ്രത്തിൻ്റെ ആഴങ്ങളും കടന്ന് അയോധ്യയുടെ സിംഹാസനത്തിലെത്തി നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളും ഇപ്പോൾ ആ ശാന്തമായ അയോധ്യയുടെ തെരുവുകളിലൂടെ സഞ്ചരിക്കുകയാണെന്ന് സങ്കൽപ്പിക്കൂ. അവിടുത്തെ വീടുകളിൽ തെളിച്ച വിളക്കുകളുടെ വെളിച്ചം പതുക്കെ പതുക്കെ മങ്ങുകയാണ്. നഗരം ഉറക്കത്തിലേക്ക് നീങ്ങുന്നു. രാമനും സീതയും അവരുടെ കൊട്ടാരത്തിൽ വിശ്രമിക്കുന്നു. അത്രയും കാലം അനുഭവിച്ച കഷ്ടപ്പാടുകളെല്ലാം ഒരു സ്വപ്നം പോലെ അവർ മറക്കുന്നു. വായുവിൽ പൂക്കളുടെയും ചന്ദനത്തിരികളുടെയും നേർത്ത ഗന്ധം പടർന്നു നിൽക്കുന്നു. ഇനി നമുക്കും പതുക്കെ ആ ഉറക്കത്തിലേക്ക് ആഴ്ന്നിറങ്ങാം. നിങ്ങളുടെ മനസ്സിപ്പോൾ വളരെ ശാന്തമാണ്. ഒരു വലിയ ഇതിഹാസം കേട്ടതിൻ്റെ സംതൃപ്തിയിൽ, രാമൻ്റെയും സീതയുടെയും ആ സ്നേഹം നൽകുന്ന സുരക്ഷിതത്വത്തിൽ നിങ്ങൾക്ക് കണ്ണുകൾ അടയ്ക്കാം. രാത്രിയുടെ തണുപ്പും ആ പുരാതന കാലത്തെ നന്മകളും നിങ്ങളെ പൊതിയട്ടെ. ശ്വാസം പതുക്കെ ഉള്ളിലേക്കും പുറത്തേക്കും വിടുക. എല്ലാ ആശങ്കകളും ദൂരേക്ക് മാറ്റിവെച്ച് ആ അയോധ്യയിലെ രാത്രിയുടെ നിശബ്ദതയിൽ നമുക്ക് മലിയാം. പ്രണയവും ധർമ്മവും എപ്പോഴും വിജയിക്കുമെന്ന തിരിച്ചറിവിൽ നമുക്ക് സമാധാനത്തോടെ ഉറങ്ങാം. നാളെ പുലരുന്നത് ഒരു പുതിയ നന്മയുടെ വെളിച്ചത്തിലേക്കായിരിക്കും. ആ വെളിച്ചം നിങ്ങളുടെ സ്വപ്നങ്ങളിലും നിറയട്ടെ. രാമന്റെ കോദണ്ഡത്തിൽ നിന്നുള്ള ഞാണൊലി ഇപ്പോൾ ഒരു താരാട്ടുപാട്ട് പോലെ നിങ്ങളുടെ ചെവിയിൽ മുഴങ്ങുന്നു. വാനരപ്പടയുടെ ആരവങ്ങൾ അകന്നുപോകുന്നു. കാട്ടിലെ അരുവികളുടെ ശബ്ദം പതുക്കെയായി വരുന്നു. നിങ്ങളിപ്പോൾ ആഴത്തിലുള്ള സുഖകരമായൊരു നിദ്രയിലേക്ക് വഴുതി വീഴുകയാണ്. പ്രകൃതി നിങ്ങളെ സ്നേഹത്തോടെ പുതപ്പിക്കുന്നു. പ്രിയ സ്വപ്നസഞ്ചാരി, നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ശുഭരാത്രി നേരുന്നു.
you